ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻ ഓൾ ന്യൂ എപ്പിസോഡ് ഓഫ് മിമി കാസ്റ്റ്. ഞാൻ അലക്സ്. ഞാൻ അനൂപ്. ഞാൻ ആദിത്യ. യെസ്, വി ആർ ഇന്നത്തെ എപ്പിസോഡിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 പേരും ഒരുമിച്ച് ഒരു മുറിയിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന ആദ്യത്തെ എപ്പിസോഡ്. കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നു. കണ്ണുകളിൽ നോക്കി ഫസ്റ്റ് ടൈം IRL. അല്ല, ഇത് പറയാനായിട്ട് തോന്നുന്നു നമുക്ക് ഇത് ആദ്യമായിട്ടാണ് ഇതിനുള്ള ഇത് കിട്ടിയെന്ന് അവസരം. അങ്ങനെയല്ല, ഞങ്ങള് 2-3 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ്. പക്ഷെ മടി കാരണം. അതെ, ഇപ്പൊ എല്ലാരും കൊച്ചിയിലായോണ്ട് 2 വർഷമായിട്ട് എല്ലാവരും കൊച്ചിയിലാണ്. അതുകൊണ്ടാണ് എപ്പിസോഡ് ഇല്ലാതെ എക്സ്പ്ലോറിംഗ് കൊച്ചി. സ്ഥിരം കാണുന്നതുകൊണ്ടും സംസാരിക്കുന്നതുകൊണ്ടും പിന്നെ അങ്ങനെ ഒരു റെക്കോർഡ് ചെയ്തിടാനുള്ള മടി കൊണ്ടും. എന്താ ഇപ്പൊ റെക്കോർഡ് ചെയ്യാൻ തോന്നാൻ കാരണം? മാർക്കോ ഹാസ് റിജുവിനേറ്റഡ് മലയാളം സിനിമ, ബ്രീത്ത് ന്യൂ ലൈഫ് ഇത് മലയാള സിനിമ, ബ്രെയിൻ റോട്ട്. പിന്നെ 2025 ന്യൂ ഇയർ ന്യൂ ബിഗിനിങ്സ്. 2024 നമ്മള് വാലിബൻ. ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത് പ്രേമലു ഫ്ലൂക്ക് ആയിരിക്കുന്ന. ലാസ്റ്റ് എപ്പിസോഡ് എന്താ സംസാരിച്ച? വാലിബനായിരുന്നു മെയിനായിട്ട്. പിന്നെ എന്തോ റാൻഡം സാധനങ്ങൾ ഓർമ്മയില്ല. വാലിബന് തമ്മില് വാലിബനായിരുന്നു. പിന്നെ വേറെ പടം സംസാരിച്ചൊന്നും ഓർമ്മയില്ല. വാലിബൻ ഇപ്പൊ ക്ലാസിക് ആയത് കഴിഞ്ഞ ആഴ്ച ഇയറിന്റെ ആയപ്പോഴത്തേക്കിന് ക്ലാസിക് ആയി. വാലിബനോ? എന്താ പറ്റി? അണ്ടർറേറ്റഡ് ക്ലാസിക് ഓഡിയൻസ് അങ്ങനെ. പക്ഷെ ഈ ഞാന് കൊറേ ഈ കണ്ട ഇന്റർവ്യൂസിലൊന്നും വാലിബനെ മെൻഷൻ പോലും ചെയ്യണില്ലായിരുന്നു. എല്ലാരും മറ്റേ ആവേശം, പ്രേമലു, മഞ്ഞുമേൽ ബോയ്സ് അത് എക്ലിപ്സ്ഡ് ആയി പോയില്ലേ? അത് വൻ എക്ലിപ്സ് ആയി പോയി. കാരണം അടുത്ത മാസം തൊട്ട് തന്നെ 300 നേരെ ഞാൻ പിന്നെയും കുറച്ചുകൂടെ സംസാരിച്ച് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഡിസ്കഷൻസ് വരുമ്പോഴത്തേക്കിന്. നേര് പിന്നെ നേര് ജസ്റ്റ് ഡിസംബർ ആയിരുന്നല്ലേ കഴിഞ്ഞ. അത് നമ്മൾ സംസാരിച്ചില്ലല്ലേ? നേരെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ ക്രിസ്മസിന്റെ അന്ന് തന്നെ പോയി കണ്ടു ബറോസ്. ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് അത് ഇറ്റ്സ് സോ ബോറിംഗ്. സിറിൽ ഇഷ്ടപ്പെട്ടോ? കുട്ടികൾക്കുള്ളോളം സിറിൽ കണ്ടില്ല, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അവനായിരുന്നു ടാർഗറ്റ് ഓഡിയൻസ്. ഞാൻ പക്ഷെ പടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടന്റെ പ്രസൻസ് ഉണ്ടെന്ന് അറിഞ്ഞു. ഭയങ്കര തിരക്ക്. അയ്യോ, സാധാരണ ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആയ റീജിയനിലുണ്ടെങ്കിൽ അവരുടെ തലമുടിയോ അങ്ങനെ എന്തെങ്കിലും കാണും. ഇത് എന്നിട്ട് പുള്ളി ആ ക്രൗഡിൽ കൂടെ ഇങ്ങനെ നടന്ന് തിയേറ്ററിന്റെ അകത്തേക്ക് കയറണ്ടായിരുന്നു. പക്ഷെ ഇത് നമുക്ക് ആ പ്രസൻസ് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. പുള്ളിനെ കാണത്തില്ല. ഇങ്ങനെ ആ ക്രൗഡ് ഇങ്ങനെ ഡിസ്റ്റർബ് ആയി ലെഫ്റ്റ് റൈറ്റ്. മറ്റേ അലിക്കഫയുടെ അപ്പുറത്ത് ഫ്ലാറ്റ് പുള്ളിക്ക്. നമ്മള് വേണുവിന്റെ ഫ്ലാറ്റ്. അവിടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. മറ്റേ ആ ഫ്ലാറ്റിന്റെ ഡിസൈനർ ഒരു മറ്റേ ഇതില്ല, ഡ്രോൺ റോട്ടിന്ന് പുറത്ത് ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ കാണാനില്ല. അത് കണ്ടു കറക്റ്റ് അറിയാൻ പറ്റും എവിടെയാണ് റൂം എന്ന്. വെച്ചാൽ എല്ലാം ഇങ്ങനെ എറിയബിൾ ഡിസ്റ്റൻസ്. ആക്ച്വലി അലി കഫേ എന്ന് കല്ലെറിഞ്ഞ് കിട്ടുന്ന ഡിസ്റ്റൻസ്. അതുകൊണ്ടായിരിക്കും നോക്കിയത്. പക്ഷെ ആക്ച്വലി ഏട്ടൻ നെക്സ്റ്റ് ഇയർ കുറെ സാധനം കണ്ടില്ലായിരുന്നോ? പള്ളി 2024 ഇറങ്ങിയപ്പോഴത്തേക്ക് ഏട്ടൻസ് ലൈനപ്പ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇറങ്ങിയിട്ടില്ല? അത് ഈ ഏതൊക്കെ ശരിയാ, മറ്റേ സത്യനന്ദിക്കാണ്ട് സൗദി വെള്ളക്കയുടെ തുടരും. അത് എമ്പുരാൻ സെറ്റപ്പ്. മറ്റേ കണ്ണാപ്പയോ ഇത് കൺഫേംഡ് ആയിട്ടുള്ള തുടരുണ്ട്. ഇത് സത്യനന്ദിക്കാട് മൂവി കൺഫേംഡ് ആണെന്നാണ് ഇവിടെ ഉള്ളവര് പറയുന്നത്. ഒഫീഷ്യലി ഒന്നും വന്നില്ലെങ്കിൽ. അതും പുള്ളി കൺഫേംഡ് ആണല്ലോ. ഓൾ ദി ബെസ്റ്റ്. ഇക്കയുടെ പ്രത്യേക ലൈനപ്പിനെ കുറിച്ച് എന്താ അഭിപ്രായം?
ഈ വർഷം എന്താ ഡൊമിനിക് ഉണ്ട്, ബസൂക്ക ഉണ്ട്, സ്റ്റാർട്ടിങ് ഓഫ് ഫുൾ പവർ. ഡൊമിനിക് അത്ര വലിയൊരു ബോംബാവുമെന്ന് ഐ ഡോണ്ട് നോ, പക്ഷെ ബസൂക്കയാണ് ലുക്കിംഗ് ഫോർവേഡ് ടു ബസൂക്ക. ഡൊമിനിക്കിന്റെ ട്രെയിലർ കണ്ടിട്ട് ഒരു ലോക്ക്ഡൌൺ പടം പോലെ എനിക്ക് ഫീൽ ചെറിയ ആണെങ്കിലും ഇവരെല്ലാരും കൂടെ മറ്റേത് ഒരു 30 കൊല്ലം പുറകോട്ട് പോയി ഗരാജ് ഫിലിം ഇല്ലേ, ആരും ആ ക്ലിപ്പ് ഇട്ടില്ല. ഗുലുമാലിലെ ആ മറ്റേ സുരാജും ബിജിക്കുട്ടനുമായിട്ടുള്ള സെയിം ആണ് അവരുടെ ആദ്യമൊക്കെ ടീസർ, സെയിം സെറ്റപ്പ്, ആ അണ്ടർ കൺസ്ട്രക്ഷൻ ബിൽഡിംഗിൽ ഹാൻഡ് ഹെൽഡ് ക്യാമറ. അതെ, ഇതല്ലേ ഈ സിനിമ ചെയ്ത് തുടങ്ങുന്ന GVM-ഉം ഈ കുറെ കൂട്ടുകാർ കൂടി പടം ഇറക്കത്തില്ല, GVM അങ്ങനത്തെ കൊച്ചുപടം വൈബാണ്. ബസൂക്ക ഐ എം വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ് ടു ബസൂക്ക. പിന്നെ മറ്റേ മഹേഷ് നാരായണന്റെ അതിലും ഏട്ടനില്ലേ ഗസ്റ്റ് റോൾ, ഏട്ടൻ ഗസ്റ്റ് റോള്, ക്യാമിയോ. അല്ലല്ല ലൈക്ക് സ്മോൾ ക്യാമിയോ, അതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ക്യാമിയോ ആണ്. മമ്മൂട്ടി എങ്ങാണ്ട് പോയി ക്യാമിയോ ചെയ്യുന്നുണ്ട്. ബാറോസിൽ മമ്മൂട്ടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണ പടം. ഒടിയനും ഇൻട്രൊഡ്യൂസ് ചെയ്ത മമ്മൂട്ടിയായിരുന്നു, മാമാങ്ക ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഹൻലാലായിരുന്നു. ഒന്നുകിൽ L3-യോ അങ്ങനെ, ഇനി ഇൻ ദ ഫ്യൂച്ചർ സംതിങ് ലൈക്ക് ദാറ്റ്. രാജുവേട്ടന്റെ വിവരം എന്താണോ? ഈ ഞാന് ആരോ പോസ്റ്റ് റെഡിറ്റിലാണോ പ്രണവ് മോഹൻലാൽ എന്തോ തോക്കുഴിച്ചിട്ട് എമ്പുരാനിലുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. പ്രണവ് മോഹൻലാലിന് AI ഫോട്ടോ ആണ്. എന്നിട്ട് ആരോ വൈ ഈസ് ദി പീപ്പിൾ ഗിവിംഗ് him such big projects, he doesn't even want to act. ഇൻസൈഡ് മോളിവുഡ് ആണോ? എന്തൊക്കെയാ വിലായത്ത് ബുദ്ധ ഉണ്ട്, വിലായത്ത് ബുദ്ധ, സന്തോഷ് ട്രോഫി. ഏതാ വള്ളംകളിയുടെ ട്രോഫി? ഏതാ നെഹ്റു ട്രോഫി? നെഹ്റു ട്രോഫി, അതോ സന്തോഷ് ട്രോഫി? സന്തോഷ് ട്രോഫി. എന്നാ വള്ളംകളിയുടെ ട്രോഫി ഏതാണോ അത്? എന്റെ അറിവ് നെഹ്റു ട്രോഫി ഉണ്ട്, അതുണ്ട്. പിന്നെ അല്ലാതെ കൺഫേം ചെയ്ത നിസാം ബഷീറിന്റെ എന്താ നോബഡി, അതുണ്ട്. പിന്നെ ഇയാളുടെ ഇബ്ലീസിന്റെ ആളുടെ പേരെന്താടാ, രോഹിത് വിഎസിന്റെ ഏതാണ്ടുണ്ടെന്ന്. ഇതല്ലേ ഈ ജസ്റ്റ് ഇവര് സോഷ്യൽ മീഡിയയിൽ പറയുന്നല്ല, അനൗൺസ് ചെയ്ത് ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ബോളിവുഡ് അവിടെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. മറ്റേ ക്ലിപ്പ് ഉണ്ടായിരുന്നു പുള്ളിയോട് പോയി, ഏത് മുംബൈയിലെ ഏതോ ഇത് ക്ലാസിക് എന്നൊക്കെ പറയുന്നത്. മറ്റേ സൽമാൻ ഖാൻ ഏതൊക്കെ പടം കേരളത്തിൽ ടൈഗർ സന്തോഷ് ഇവിടെ ആൾക്കാര് ഏറ്റെടുത്ത പടങ്ങളാണ്. മിസ്സിംഗ് രാജുവേട്ടൻ. പക്ഷെ വരും മാർച്ചിലെത്തും ഫുൾ പവർ, ഏത് സ്ക്രീനിൽ നോക്കിയാലും കാണും. മറ്റേ സൈഫ് അലി ഖാന്റെ ഒക്കെ പുറകിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ, മറ്റേ അത് കണ്ടായിരുന്നോ? അതെന്തിനായിരുന്നു? ധീരുഭായ് അംബാനി സ്കൂളിലെ പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഈ മറ്റേ ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ അവരുടെ എല്ലാവരുടെയും ഇതുണ്ടല്ലോ, മക്കളൊക്കെ ഒരുമിച്ചാണല്ലോ പഠിക്കണം. അപ്പൊ ഈ ഷോ ഒക്കെ നടത്തും. അപ്പൊ സൈഫ് അലി ഖാന്റെ പുറകില് ബ്ലറിൽ ഇരിപ്പുണ്ട് പുള്ളി. പിന്നെ പുള്ളി കണക്ഷൻസ് അവിടെയാണെന്ന് രാജുവേട്ടനത് അങ്ങനെ. പിന്നെ ഈ വർഷം പിന്നെ ദുൽഖർ ഗാരു പുള്ളി സീനായി, തെലുങ്ക് സീനാ ആണോ? നമ്മള് ലാസ്റ്റ് റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളി തെലുങ്കില് ഇപ്പൊ സൂപ്പർ സ്റ്റാർ അല്ലേ? അതെ അതെ. ആക്ച്വലി നമ്മളിങ്ങനെ ഈ പാൻ ഇന്ത്യൻ ബാൻഡ് എന്ന് പറയും, പുള്ളിക്ക് ആക്ച്വലി തെലുങ്കിൽ 100 കോടി ഉണ്ട്. അല്ല, മറ്റേ സീതാരാമനോട് 98 കോടിയോ. ഐ മീൻ ബിഗ് സക്സസ്. മറ്റേ കൽക്കിയിലുണ്ട്, എന്ത് റോളാണെങ്കിലും കൊത്ത പുള്ളീനെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് ലോഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു, നടന്നില്ല. പക്ഷേ അതെ, പുള്ളി ഓൾറെഡി ആയിരുന്നു. എന്തിനാണ് വെറുതെ കഷ്ടപ്പെട്ട്, ഇത് മര്യാദയ്ക്ക് ഇവിടെ ഇറക്കിയാൽ മതിയായിരുന്നു. പുള്ളിയുടെ ഇത്തവണത്തെ മറ്റേ നഹാസിദായത്ത്, സൗബിൻ, പിന്നെ ഒരാളുടെ ഉണ്ട്, സമ്മൺ എൽസ് ഓൾസോ. ഓൾ ദി ബെസ്റ്റ് ദുൽഖർ സൽമാൻ ഫോർ 2025. പിന്നെ നിതിൻ മോളി, എന്താണ് അത് ആ വൻ കംബാക്ക് കഴിഞ്ഞിട്ട് മറ്റേ ആ വർഷങ്ങൾക്ക് ശേഷത്തിലത്തെ ആ ഡയലോഗ് അടിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു ഇത് അടുത്ത മാസം തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഇറക്കി. മലയാളി ഫ്രം ഇന്ത്യ മറ്റേ സാധനം കിടപ്പുണ്ട്, വീഡിയോ ആണല്ലോ ഇത്. എന്താ മറ്റേ പുള്ളി പറയുന്നില്ലേ, മലയാളി ഫ്രം ഇന്ത്യ ഞാൻ എഴുതിയത് അടിപൊളിയായിട്ടാണ്. ഷെരീഫ് അത് മറ്റേ മാർക്കോ അല്ലേ? അല്ല, അത് അതിന്റെ ഷെരീഫ് മുഹമ്മദ്. ഷാരിസോ മലയാളി ഫ്രം ഇന്ത്യ കണ്ട് പിന്നൊന്നും ഇല്ലല്ലോ. ഇത്തവണ എന്താണോ? പിന്നെ ക്യാമിയോ പോലും ഇല്ല. പിന്നെ AFK
പിന്നെ അനൗൺസിങ് പ്രോജക്ട്സ് മറ്റേ മറ്റേ സാധനം എന്താ സ്റ്റുഡൻസ് ഡിയർ സ്റ്റുഡൻറ്റ്സ് അത് കുറച്ച് വർഷമായില്ലേ ഇതിന്റെ തുടങ്ങിയിട്ട്. എന്തോ ഫോട്ടോ കണ്ടായിരുന്നു പുള്ളിയും ഈയിടയ്ക്ക് കണ്ടിറങ്ങിയത്. അത് ഒരു 2 വർഷമായി കാണും അതിന്റെ ആദ്യത്തെ മറ്റേ അനൗൺസ്മെന്റ് സംഭവം പോലെ തുടങ്ങിയിട്ട്. ബോളി ജൂനിയർ ഫിലിംസ് ബോളി ജൂനിയർ ആ സമയത്ത് കണ്ട അനൗൺസ് ചെയ്തതും. മറ്റേ പടമൊക്കെ ഡ്രോപ്പ് ആയില്ലേ? മറ്റേ അല്ലല്ല അതും ഡ്രോപ്പ് ആയല്ലേ? മറ്റേ ഇഷ്കിന്റെ ഡയറക്ടറായിട്ടൊരു സാധനം ഉണ്ടായിരുന്നു, അത് ഡ്രോപ്പ് ആയിട്ട്. പുള്ളി വേറെ പടം ചെയ്തു, മറ്റേ ടോവിനോ നരിവേട്ടയോ ആ പടം ചെയ്തു പുള്ളി. അർജുൻ മനോഹർ അങ്ങനെ നല്ല പേര്. ആള് നരിവേട്ട ചെയ്തു. പിന്നെ മറ്റേ താരം ഡ്രോപ്പ് ആയിട്ടാണ് പുള്ളി ഉണ്ണിമുകുന്ദനെയും നിഖില വിമലിനെയും വെച്ചൊരു പടം. സംതിങ് ലൈക്ക് ദാറ്റ്. അതും ദാറ്റ്സ് ഓൾസോ ഇൻകമിങ്. അല്ലാതെ വേറെ എനിക്ക് അങ്ങനെ നത്തിങ് മച്ച് ഗറില്ല. എന്തെങ്കിലും കാണെങ്കിൽ പുള്ളി മെലിഞ്ഞു, പിന്നെയും മെലിഞ്ഞു. കഴിഞ്ഞ ദിവസം വേറൊരു മെലിഞ്ഞ ഫോട്ടോയും. ബോസ്കോ ഇറങ്ങണതിന് മുന്നേ മെലിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. കലണ്ടർ ഉണ്ട് പുള്ളിയുടെ. ആണോ? 2025 കലണ്ടർ ലോഞ്ചിന്റെ ആക്ച്വലി കലണ്ടർ ലോഞ്ചിന്റെ എന്തോ കയ്യിൽ കലണ്ടർ ഉണ്ട് 2025. അത് ഞാൻ കണ്ടായിരുന്നു. ഫോട്ടോ ചെയ്ത നൈസാ, കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ ആക്ഷൻ ഹീറോ ബിജു 2 ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് പോലെ. കാരണം ഇടയ്ക്ക് ഏത് ഫോട്ടോ ഉണ്ടപ്പോഴത്തേനും എന്തോ റാൻഡം ഇയാളുടെ ഒരു കാഷ്വൽ ഫോട്ടോ, പക്ഷെ അതിൻ്റെ മീശ ഉണ്ടായിരുന്നു. ബിജു പൗലോസിന്റെ മീശയില്ല. ആ മീശയിലൊരു ഫോട്ടോ ഞാൻ ഇടയ്ക്ക് എവിടെയോ കാഷ്വലി കണ്ടായിരുന്നു. അതിപ്പോ ലുക്ക് ടെസ്റ്റോ മറ്റായിരുന്നോ അതോ ഐ തിങ്ക് സോ. എളുപ്പല്ലേ? പ്ലീസ് റിലീസ് ബോസാങ്കോ. ഓണം ചേച്ചി. അതെ, അതാണ് കൾച്ചർ നീഡ് സെറ്റ്. ഇനിയില്ല, അത് പുള്ളിക്ക് ഒരു കരിയർ സൂയിസൈഡാ. പക്ഷെ അത് എല്ലാരും കാണണ്ടേയും ഓർത്തിരിക്കേണ്ടയും ഒരു സിനിമയാണ് ബോസാങ്കോ. അത് കഴിഞ്ഞിട്ടാണല്ലോ ഹനീഫ് അദേനി മാർക്ക് എടുത്തത്. അതെ അതെ, ബോസാൻകോ ഹനീഫ് അദേനിക്ക് എന്താണ് വാട്ട് ഡു യു ഫീൽ ടുവേർഡ്സ് ബോസാൻകോ എന്നുള്ളതിന്റെ ഉത്തരവാണ് മാർക്കോ. ഈ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ബോസാങ്കോയില് ആ ലാസ്റ്റ് ഒരു കിക്കില്ലേ നിവിൻ പോളിയുടെ, ആ കിക്കാണ് മാർക്കോ. ഓടക്കള്ള തലയൊക്കെ സോ ഹാർഡ്. അതാ തുടക്കുന്ന പോലെ ആ ഓടക്കള്ളി വെച്ചിട്ട് ഹീസ് ബീൻ ലൈക്ക് അവിടെ സെറ്റ് ചെയ്ത് മോസ്റ്റ് അനോയിങ് ഇൻസ്ട്രുമെന്റ് ഇൻ ദാറ്റ് മൂവി. അത് വെച്ച് ലിറ്ററലി എണ്ണാക്കി കയറ്റി. ആ ഒരു മൂഡാണ് മാർക്കോ ഫുള്ള്. എനിവേസ് നിവിമോളി പിന്നെ ഇപ്പൊ ആരാ ഉള്ളത്? ടൊവിനോ ഓൾറെഡി ഒരു ഗുണ്ട് പൊട്ടിച്ചിരിക്കുന്നു. മൂവി ഈസ് നോട്ട് ഗുഡ്. പിന്നെ ടൊവിനോയുടെ ലൈനപ്പ് എന്താ? ഐ ഡോണ്ട് നോ. നത്തിങ് കംസ് ടു മൈൻഡ്. അല്ല മറ്റേ വല്ലാത്തത് കഥ കാണാറുണ്ടോ ഏഷ്യാനെറ്റിന്റെ? ഇന്നൊരു ടീച്ചർ അയാള് ഒറ്റയ്ക്ക് യൂട്യൂബ് ചാനൽ ഇപ്പൊ ടൊവിനോയിട്ടൊക്കെ എന്തോ ഡയലോഗ് വിത്ത് ടൊവിനോ കാട്ടിലിരുന്ന് മറ്റേ 22FKയില് ഈ ഫഹദും ഇവളായിട്ടുള്ള സീനില്ലേ, മറ്റേ ഭരണമല്ല ഭരണം, അതുപോലെ സെറ്റപ്പില് ഇവ രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നു. ടീച്ചറായിരുന്നു. നീ സാധനം ഇറങ്ങും. ഈ മരണമാസില് ടൊവിനോ അല്ലല്ലോ ബേസിൽ ജോസഫ് അല്ലേ? മരണമാസം പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ ഇവര്. ഐ തിങ്ക് ഗസ്റ്റ് റോളെല്ലാം കാണാൻ. അല്ലെ ടൊവിനോയുടെ പടം ഒന്നും ഇല്ലേ? പിന്നെ മറ്റേ നസ്ലിന്റെ ഒരു പടത്തില് പുള്ളി ക്യാമിയോ ഉണ്ടെന്ന് തോന്നുന്നു. ഏത് ദുൽഖറും ടൊവിനോ അതല്ലേ? അത് ലീക്കായപ്പോ തന്നെ അടുത്ത ദിവസം അവര് കമന്റ്സില് ടൊവി നമുക്കൊരു പടം ചെയ്താലോ. അതാണല്ലേ അങ്ങനെ ടൊവിനോക്ക് എന്നാലും ഒന്നുമില്ല. ഒന്ന് ആലോചിച്ചെങ്കിൽ എന്തെങ്കിലും കാണണമല്ലോ. മിന്നൽ 2 I don't know, but ടൊവിനോ പുള്ളി എന്തൊക്കെയോ പടം വിക്കിപീഡിയ ഉണ്ടാവണമല്ലോ. എന്തായാലും കാണും, സംഭവങ്ങളൊക്കെ കാണും. ഈ ഐഡന്റിറ്റി ഒന്നും പുള്ളി പ്രതീക്ഷിച്ചിരിക്കുന്ന സാധനമൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവര് നല്ലോണം ഐ മീൻ ലൈക്ക് ഭയങ്കര ലാർജ് സ്കെയിലായിട്ട് അവര് ഡിസൈൻ ചെയ്തേക്കണ പടം. കൊറേ ലൊക്കേഷനുകൾ. വിക്കിപീഡിയയിൽ ഇറ്റ്സ് ജസ്റ്റ് ഐഡന്റിറ്റി ആൻഡ് L2, ദാറ്റ്സ് ഓൾ. എന്തെങ്കിലും കാണും. ഐ ഡോണ്ട് കെയർ ദാറ്റ് മച്ച് ടു ലൈക്ക് അത്രയും തപ്പി എടുക്കാൻ. ഇറ്റ്സ് ഫൈൻ. അതെ, കഴിഞ്ഞ വർഷം പുള്ളി മെയിനായിട്ട് ARM കുറെ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ശരിയാ. ടൊവിനോ കഴിഞ്ഞു പിന്നെ ഇപ്പൊ ആരാ? പിന്നെ ആസിഫ് അലി. ആസിഫ് അലി ഒരു ഹിറ്റ് ഓൾറെഡി. രേഖാചിത്രം അത്യാവശ്യം നല്ല റെസ്പോൺസ്. മറ്റേ ബോംബാവില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നുണ്ട്. നല്ല റെസ്പോൺസ് ആണ്. തലവൻ പോലെ ഒരു ഹിറ്റ്, അല്ലെങ്കിൽ അതിൽ മേളിൽ കിഷ്കിന്ദകാന്ഡം ആയിരുന്നല്ലേ? അതായിരുന്നു ലാസ്റ്റ്. ഓൾസോ ഹിറ്റ്.
ഈ പക്ഷെ സമ്മതിക്കണം കേട്ടോ, ആ പുള്ളി ആ തലവനും കിഷ്കിണ്ഡകാന്തം ഹിറ്റായോണ്ട് അതിന്റെ കൂടെ പിന്നെ ലെവൽ ക്രോസ് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പെർഫോമൻസ് രീതിയിൽ പ്രൈസ് ആയി. പക്ഷെ അതിന്റെ ഇടയിലാണ് അഡിയോസ് അമീഗോസ്. ആക്ച്വലി ഞാൻ ഈ ഇടയ്ക്ക് ഏതോ ഇത് കണ്ടപ്പോൾ അഡിയോസ് അമീഗോസ് OTT ഭയങ്കരമായിട്ട് നല്ല ഇതായിരുന്നു. ഭയങ്കര റിസപ്ഷൻ. അതെല്ലാം ഇന്റർവ്യൂവിൽ ഇവര് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല. എനിക്കറിയില്ല. ഇല്ല, ആരും അറിഞ്ഞില്ലല്ലോ. നീ കണ്ടാണ് അഡിയോസ് അമീഗോസ്? ഞാൻ കണ്ടതാ. ആരും അറിഞ്ഞിട്ടില്ല. എല്ലാ ഇതിലും പറയണ ഇങ്ങനെ അഡിയോസ് അമീഗോസ് തിയേറ്ററിൽ വന്നിട്ട് ഓഡിയോയിലും OTT വന്നപ്പോഴത്തേക്കും ഞാൻ ട്രെയിലർ കണ്ടപ്പോ തന്നെ കാണുമെന്ന് മനസ്സിൽ വെച്ച ഒരു പടമായിരുന്നു. പക്ഷെ അത് ഇറങ്ങിയപ്പോ ആരും പറഞ്ഞില്ല. ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ആരും ചോദിക്കോ, നോബഡി കേഡ്. പിന്നെ ഈ ഇയറിന്റെ ഇപ്പൊ എല്ലാരും റൗണ്ട് അപ്പ് ചെയ്തോ പുള്ളിയുടെ ഫിലിമോഗ്രഫിയിൽ ഈ പടം ഉണ്ട്. അത് ഹിറ്റല്ല. അങ്ങനെ പടം കണ്ടോ നീ? ഞാൻ കണ്ടു. വെരി ഹാർട്ട് വാമിങ്. വേറെ ആരുടെയും അപ്കമിങ് മെയിൻ എല്ലാവരും ആയില്ലേ? കുഞ്ചാക്കോന്റെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. കുഞ്ചാക്കോൻ ബോഗൻവില്ലയും ചാവേറായിരുന്നു അല്ലേ ലാസ്റ്റ്. വേറെ പുള്ളിയുടെ ഒരു പടം ഇറങ്ങണ്ടല്ലോ അടുത്ത മാസം, പോലീസ് ഓൺ ഡ്യൂട്ടിയോ എന്തോ ഓൺ ഡ്യൂട്ടി. മറ്റേ മാർട്ടിൻ പ്രക്കാട് ഗാങ്ങിന്റെ ഒരു പടം. പിന്നെ ഈ മാസം വേറെ എന്താ, പിന്നെ മറ്റേ ജിത്തു മാധവൻ എഴുതിയ പടമല്ലേ ആണോ ക്രൂ ആണത്. അതൊക്കെ ചിദംബരം, ജിത്തു മാധവൻ, ഷൈജു ഖാലിദ്. ചിദംബരം അതിലും വർക്ക് ചെയ്യുന്നുണ്ട്. ചിദംബരം ഡയറക്റ്റ് ചെയ്യുന്നത് ഏത് പൈങ്കിളിയോ? ഈ സജിൻ ഗോപു അടുത്ത മാസം കണ്ട് ഞാൻ ചിദംബരത്തിന്റെ അടുത്ത പുള്ളി അനൗൺസ് ചെയ്തു. കൊള്ളാം. അതായതാണോ ടൈറ്റിൽ ചിദംബരം ആൻഡ് ജിത്തു മാധവൻ. യെസ്, ചിദംബരം എക്സ് ജിത്തു മാധവൻ. ദാറ്റ് ഷുഡ് ബി ഫൺ. പ്രേമലു 2 ഉണ്ടാവുമായിരിക്കും. പ്രേമലു 2 കഴിഞ്ഞ വർഷം പ്രേമലു ശരിക്കും ഒരു നല്ലൊരു സർപ്രൈസ് ഇതാ. വെരി ഗുഡ്. അതൊക്കെയാണ് നൈസ് മലയാളം മൂവിന്റെ ഒരു സർപ്രൈസ്. പക്ഷെ ആ പ്രേമികം ബോയ്സ് കഴിഞ്ഞിട്ട് നേരെ ഒരു ഡിപ്പല്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ ആടുജീവിതം വന്നു, പിന്നെ ആവേശം ഇറങ്ങിയല്ലോ. ആവേശം വർഷങ്ങൾക്ക് ശേഷം ജ്ഞാപകം. അത് ആയപ്പോഴാണ് എല്ലാരും 2024 മലയാള സിനിമ ഇസ് ബാക്ക് എന്ന് പറഞ്ഞ് നെക്സ്റ്റ് മന്ത് നടികറും മലയാളി ഫ്രം ഇന്ത്യ. അത് കഴിഞ്ഞ് മെയ് എൻഡ് ചെയ്യണത് ടർബോവും തലവനും വെച്ചായിരുന്നു. അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും പടം. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ജൂൺ ജൂലൈ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഓണം ആയപ്പോഴാണ് ARM കിഷ്കിണ്ഡകാന്ഡം അതൊക്കെ ഇറങ്ങിയത്. പിന്നെ എൻഡിങ്ങും ആയപ്പോ അത്യാവശ്യം ഇപ്പൊ ബോഗൻവില്ലയ്ക്ക് നമുക്കറിയില്ലല്ലോ ഇറങ്ങുമ്പോ. ഇറങ്ങി കഴിഞ്ഞപ്പോ ബോഗൻവില്ല ഉണ്ടായിരുന്നു. പിന്നെ റൈഫിൾ ക്ലബ്ബ്, മാർക്കോ. ബോഗൻവില്ല is the stupidest movie I've seen all year. It is so dumb. എനിക്ക് ഏറ്റവും കലി വന്നത് ആ സിനിമ കണ്ടിട്ടാ. ബാക്കിയെല്ലാം ഇറ്റ്സ് ലൈക്ക് whatever. ഞാൻ മറ്റേ ധ്യാൻ ശ്രീനിവാസിന്റെ സ്വർഗത്തിലെ കെട്ടുമ്പോ കണ്ടു. പക്ഷെ ഇറ്റ്സ് ലൈക്ക് ഐ എം നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. പക്ഷെ ഇത് ചുമ്മാ നമുക്ക് വിൽ ഗോ ത്രൂ ദ മലയാളം സിനിമ ലിസ്റ്റ് പിടിക്കുക. അല്ല, ഈ ആർക്കൈവിൽ എന്ത് നോക്കാന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല ഇപ്പൊ. അല്ല, ആർക്കൈവ് നമ്മള് മറ്റേ സെർവറിൽ തുടങ്ങിയത് ജസ്റ്റ് എന്തെങ്കിലും ഇനി നോട്ടബിൾ ഇവന്റ്സ് മറന്നുകൊണ്ടാന്ന് ഇങ്ങനത്തെ ഐറ്റംസ് ട്രെൻഡ്സ് ഒക്കെയാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ തുണ്ട് കണ്ടെത്തും പ്രേമേകം പോയി തുണ്ടുണ്ടായിരുന്നല്ലേ. അയ്യോ, തുണ്ട് സീൻ. ഐ ലൈക്ക് തുണ്ട്. ആ പടം ഐ ലൈക്ക് ദാറ്റ് മൂവി. അതും ചെറിയൊരു ബ്രെയിൻ റെക്കോർഡഡ് ആണ്. ലൈക്ക് ദ മോസ്റ്റ് ചെറിയതോ കുറച്ചധികം. അതൊരു ബ്രെയിൻ റെക്കോർഡ്. അത് ഞാനിവിടെ ഇന്ത്യ അതർ റൂം ഞാനും നിഖിലും കൂടെ എവിടെ പടം കണ്ടത്. ഞാൻ വെറുതെ വന്നത്. ഐ ഡിഡ്ന്റ് വാണ്ട് ടു വാച്ച് ദ മൂവി. ഇവൻ കണ്ടോണ്ടിരുന്ന അപ്പത്തേന് തുടക്കമായിരുന്നു. ഞാൻ എന്താണ് അടുത്ത സീൻ, എന്തായാലും കുറച്ച് ചെയ്ത് എൽ ബി ഹിയർ എന്ന് കാണാം. എനിക്ക് ഐ ഹാവ് നോ ഐഡിയ വാട്ട് ഈസ് ഹാപ്പനിങ്. ഞാൻ ഇവനോട് ചോദിച്ചു. ഞാൻ വിചാരിച്ചു പടം തുടങ്ങിയിട്ട് കുറെ ആയിക്കാണോയിരിക്കുന്നു. ജസ്റ്റ് സ്റ്റാർട്ടഡ്. എന്നാ ബാക്ക് ആൻഡ് ഫോർത്ത്. അതിൽ ദർ ഇസ് ആക്ച്വലി മിസ്സിംഗ് പീസസ് ലൈക്ക് ഇൻ ദാറ്റ് മൂവി. കണക്ട് ആവാത്ത കഥ ഇത് തന്നെ ഉണ്ട്. ഇടയ്ക്കൊരു മറ്റേ ഷൈൻ ടോമിനെ കൊണ്ട് മറ്റേ ഭിത്തി കഴിക്കുന്ന സീനൊക്കെ ഇല്ലേ,
ഷൈൻ ടോമിന്റെ ഭിത്തി കഴിയും. ഒരു ഫേസ്ബുക്ക് ലൈവ് പോകും അങ്ങനെ. അതെ മറ്റേ ഇവര് മാസ്ക് ഒക്കെ ഷൈൻ ടോമിനെ ഭിത്തി കഴിക്കുന്നത് അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ ഈ ടൈം ലൈനിൽ എവിടെയാണ് അത്? കാരണം ഇയാള് പോലീസുകാരനല്ലേ. അത് ശരിയാ. പിന്നെ ആ പട്ടി മരിക്കണതൊക്കെ എപ്പോഴാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മറ്റേ ആദ്യം ഇങ്ങനെ ഭയങ്കര സാഡായിട്ട് പട്ടി മരിച്ചു ചെയ്ത്. നമ്മള് കഴിഞ്ഞ വർഷം ആക്ച്വലി ഇറക്കാത്തൊരു എപ്പിസോഡായിരുന്നു മറ്റേ 2023 നമ്മള് ഓണം വരെയുള്ള പടങ്ങളെല്ലാം ഇങ്ങനെ ഓടിച്ചു കിട്ടല്ലോ. ജസ്റ്റ് ഇങ്ങനെ കാണിക്കാനായിട്ട് എന്തോരും പടങ്ങളായത് ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഈ വർഷം എനിക്ക് തോന്നുന്നു അതെല്ലാരും നോട്ടീസും ചെയ്തു തോന്നുന്നു. എന്തോ മറ്റേ പുള്ളിയുടെ ഒരു വീഡിയോ ലെൻസ്മാൻ റിവ്യൂസ് എന്തോ വീഡിയോ ഒക്കെ ഇട്ടില്ലായിരുന്നോ? ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ എന്തോ റിപ്പോർട്ടോ എന്തോ പോലെ ഇട്ടു. അതില് ഇവരെന്തോ എത്രയോ കോടി രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ വർഷം. എന്നുവെച്ചാ ആ റേഷ്യോ ഇത് എന്തോ ക്ലോസ് ടു 200 ഫിലിംസ് ഇറങ്ങി. അതില് ബെയർലി 90 ഫിലിംസ് മാത്രമാണ് ബ്രേക്കിംഗ് ലൈക്ക് ഹിറ്റ് ആവറേജ് അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കളക്ട് ചെയ്തത്. ബാക്കിയെല്ലാം ഇങ്ങനെ. അത് ഈ വർഷം ഇപ്പൊ സെക്കൻഡ് വീക്ക് ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ എത്ര 9 പടങ്ങളുണ്ട് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ നഷ്ടങ്ങൾ 200 കോടി ഏട്ടൻ്റെ ആണ്. 150 ബാറോസിന്റെയും 50 വാലിബന്റെയും. അയ്യോ, ബാറോസൊക്കെ ശരിക്കൊരു അത് എന്തിനായിരുന്നു കാണണേന്നൊക്കെ തോന്നും. കാരണം അത്രയും ബോറിംഗ് ആയിട്ട് ആ പടം എടുത്തേക്കണത്. ഇത്രയും പ്ലെയിൻ എന്തിനാക്കിയെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ. അതും ഇത്ര ഒരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെ പിള്ളേരൊക്കെ ഇറങ്ങിപ്പോണ ഞാൻ കണ്ടായിരുന്നു. പിള്ളേര് വർക്കൗട്ട് ചെയ്തു. ഇതില് ഞാൻ ജസ്റ്റ് ആ ലെറ്റർ ബോക്സിൽ ഞാൻ ലോഗ് ചെയ്തേക്കുന്ന ക്വിക്ലി ഞാൻ ഒന്ന് നോക്കട്ടെ. എല്ലാം വായിക്കല്ല, ഞാൻ ജസ്റ്റ് കണ്ടത് ജസ്റ്റ് മലയാളി നടിക. നിങ്ങൾ എത്ര പടങ്ങൾ തിയേറ്ററിൽ കണ്ടു? ഞാൻ എണ്ണിയായിരുന്നു ഇന്നലെ. ഞാൻ 40 പടം കണ്ടു. ഇൻക്ലൂഡിങ് IFFK? അല്ല വിത്തൗട്ട് ഇൻക്ലൂഡിങ്. അതില് ഏറ്റവും കൂടുതൽ കണ്ടേക്കണത് ആവേശം 5 തവണ കണ്ടു. ഇതിലിപ്പം ഗുരുവായൂരുണ്ടായിരുന്നല്ലേ മെയില്. അത് പിന്നെ എനിക്ക് ഇഷ്ടാവാത്തോണ്ട് ഞാൻ ഹിറ്റായിട്ട് കൂട്ടിയില്ല. പ്രണയിച്ചിട്ടുണ്ടോ? പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഗൈനാചാരി, ഇന്ത്യൻ 2. നിങ്ങൾ കൽബ് ഉണ്ടായിരുന്നു? ഞാൻ കണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. കൽബ് നൈസാ. കൽബ് സീൻ സാജിത്യാഹിയ സംഭവം. എന്റെ അമ്മ ഇയാള് നീ പറ. അല്ല നീ പറഞ്ഞ ഈസ് എ വെരി സ്ട്രേഞ്ച് മാൻ. ആ മോഹൻലാൽ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ലൈക്ക് ഹൂ തിങ്ക് ലൈക്ക് ദിസ്. ബ്ലഡ് ഗ്രൂപ്പ് എന്താ മോഹൻലാൽ എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഇതും ഭയങ്കര വിയേർഡ്. ആലപ്പുഴ ഫിലിം, ആലപ്പുഴ മൂവി, ആലപ്പുഴ പടമാണ്. കണ്ട ഫോട്ടോ വെച്ച് ഞാൻ തോന്നുന്നെങ്കിലും ആക്ച്വലി ആലപ്പുഴയാണ്. ഫോട്ടോ വെച്ചാണ് അവര് സംസാരിക്കുന്നത്. എന്താണ് ബ്രോ ഇത് പണിക്കുന്ന പോണല്ലേ? പക്ഷെ ആലപ്പുഴയാണ്. പുള്ളിക്കാരി അങ്കമാലി, ഒരു പാലക്കാട്, പക്ഷെ ആലപ്പുഴയാണ്. ഇടയ്ക്ക് ചേർത്തലയൊക്കെ പോയിട്ട് കാര്യമായിട്ട് ഡിസ്റ്റൻസ് ഒക്കെ മറ്റേ ഏതോ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ ചേർത്തല ഇറങ്ങി. അപ്പൊ ഞങ്ങൾ ചേർത്തല സെറ്റ് നോ ചേർത്തല. ഇതൊരു ബാഡ് ബോയ്സ്. നമ്മളല്ലോ അതായിരുന്നല്ലേ 3ാമത്തെ ഓണം റിലീസ്. അയ്യോ അത് സീൻ. അതും OTT ഇറങ്ങിയിട്ടില്ലല്ലോ. ഇല്ല അതും മറ്റേ ബ്രെയിൻ റോട്ട് ഈ വർഷം നമുക്ക്. അത് ഭയങ്കര ഇൻസഫറബിൾ ബ്രെയിൻ റോട്ട്. അത് നത്തിങ് ടു എൻജോയ്. തീരത്തില്ലേ പടം ഇങ്ങനെ പോയിക്കോണ്ടേ ഇരിക്കും. ഈ ബാഡ് ബോയ്സിലത്തെ ഇവന്റ്സ് നോക്കുമ്പോ നല്ല ഫൺ ഇവന്റ്സാ. ഇപ്പൊ എന്താ ഈ റഹ്മാൻ പുള്ളിക്ക് ഗുണ്ട സെറ്റ് ഇതായോണ്ട് പുള്ളി ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് അപ്രോച്ച് ചെയ്യും ഈ റിവ്യൂവേഴ്സിനെ പോയി ഇടിക്കാനായിട്ട്. എന്നിട്ട് ആറാട്ടണ്ണനും മറ്റേ അലിൻ ജോസ് പെരേരനെയൊക്കെ പോയി ഇടിക്കാൻ പോണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോ നല്ല ഫൺ സീൻസ് ആണല്ലോ. പക്ഷെ ഇതിങ്ങനെ നമ്മളിങ്ങനെ മടുക്കും. ആ ഫൺ സീൻ വരുന്നത് കുറേ ബോറിംഗ് സീനുകൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ തന്നെ നമ്മളിങ്ങനെ ഒരു മടുപ്പാവും കാണാനായിട്ട്. പക്ഷെ ബെസ്റ്റ് ലുക്കിംഗ് ഒമർ ലുലു ഫിലിം റിയൽ സിനിമാറ്റോഗ്രാഫർ. അതിന്റെ ഒരു വൃത്തിയുണ്ട് പടത്തിന്. പക്ഷെ അതല്ലാതെ പിന്നെ വാഴ ഇറങ്ങിണ്ടായിരുന്നു. കണ്ടില്ല. വാഴ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. വാഴ ഇസ് ലൈക്ക് കണ്ടിട്ട് മറന്നു പോണ ടൈപ്പ്. ഗുഡ് മൂവി, സ്മോൾ മൂവി, കോഡ് മൂവി. കാണുക, മറക്കുക.
മോശമൊന്നും പറയാനൊന്നും തോന്നില്ല. Just നല്ലതൊന്നും കണ്ടു. പ്രത്യേകിച്ചൊന്നും പറയാം. ഇറങ്ങുമല്ലോ അടുത്ത ആഴ്ച. അടുത്ത ആഴ്ച ഹാക്കിംഗ് ആക്യുറേറ്റ് ആണെന്നുള്ളതല്ല, അതുകൊണ്ട് വലിയതൊന്നുമില്ല. ജസ്റ്റ് ഫൈൻ. പിന്നെ സൂക്ഷ്മ ഐ മീൻ മേക്ക് സെൻസ് വൈ അതിങ്ങനെ ലോക്കിയായിട്ട് ഇറക്കിയത്. പുഷ്പ 2 മാസ്റ്റർ ഓ പീസ്. യാ, പുഷ്പ 2 നിങ്ങൾ തങ്കമണി ഉണ്ടോ? ഇല്ല, അത് കഴിഞ്ഞ വർഷമായിരുന്നോ? ഫെബ്രുവരിയോ? മാർച്ച്. ഇത്രയൊക്കെ തന്നെ ഉള്ളു. പിന്നെ ഉള്ളൊഴുക്ക്, ഗോളം. ഗോട്ട് ലൈഫ് എന്തെങ്കിലും സംസാരിക്കാമോ? ഞാൻ കണ്ടില്ല. കണ്ടിട്ടില്ല. ആടുജീവിതം ഞാനും കണ്ടില്ല. നീ പോയി കണ്ടല്ലേ? പാസ്പോർട്ട് ഉണ്ടായോണ്ട് മാത്രല്ലേ. ഫസ്റ്റ് ഡേ സൈക്കിളും ചോട്ടി പോയ. ഇത് ഈ രാജുണ്ട് ഇങ്ങനെ സാധനം ഞാൻ ഇതുവരെ മൊയ്തീൻ കണ്ടിട്ടില്ല. ഐ ഹാവ് നോട്ട് മൊയ്തീൻ. ഇങ്ങനെ വേറെ സാധനം പുള്ളിയുടെ മറ്റേ അൾട്രാ നാടകങ്ങൾ ഞാൻ ജസ്റ്റ് ഐ വിൽ വാച്ച് അറ്റ് സം പോയിന്റ്. ഐ ഡോണ്ട് നോ. ഞാനിങ്ങനെ കണ്ടാൽ കണ്ടു എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കണം. ഞാനായിട്ട് ആക്റ്റീവ്ലി എഫേർട്ട് എടുത്ത്, അല്ലെങ്കിൽ പിന്നെ ഈ തിയേറ്ററിലെല്ലാം കണ്ടിട്ടുണ്ടാവണം. എന്തുകൊണ്ടോ ഞാൻ പോയില്ല. നീ എന്താ ഗോട്ട് ലൈഫിന്റെ വൈബ് പിടിക്കാനാണോ വെയിലത്ത് സൈക്കിളോട്ടി പോയത്? പതിനൊന്നരയുടെ ഷോ ഉണ്ടല്ലോ രാത്രി. നീ ഇല്ലാത്ത ഇവിടെ യാത്ര പറഞ്ഞിട്ട് നീ സൈക്കിളോട്ടി പോയത് ഞാൻ അന്നില്ലായിരുന്നു. ഞാൻ എനിക്ക് ആ സമയത്ത് സൈക്ലിംഗ് കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വൈബിലങ്ങ് പോയതാ. പറഞ്ഞ് 2-3 താഴേക്ക് പാട്ട് പാടുമായിരുന്നു. മരടുന്ന എടപ്പള്ളി വരെ സൈക്കിളോട്ടി. അന്ന് 4 ഇല്ല, 4th ഇത് വന്നില്ല. ഫോറം മറ്റേ തിത്തിത്താര കളിക്കായിരുന്നു ആദ്യം. ബാൻ ഉണ്ടായിരുന്നു. അതും ഉണ്ടായിരുന്നല്ലേ? അതൊക്കെ ആർക്കെ കിടപ്പുണ്ട്. 4th ബാൻ. അപ്പൊ ലുലുവിലില്ലായിരുന്നോ? പുതിയ PVR ഏതാണ്? ഓ പുതിയ PVR തൊട്ട് അവർ ബാൻ മാറ്റി. പക്ഷെ ഇവിടെ പടം മലയാളം പടം വന്നിട്ടില്ല. ഹിന്ദി പടങ്ങൾ റിലീസ് ഒക്കെ ആയിരുന്നു. ഓ ഫോറം കുറച്ച് ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ബബ്ബായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പൊ ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഫുള്ളി വി ആർ ഫോറം എഡിക്സ്. ഇറ്റ് ഈസ് ലൈക്ക് ദ വേഴ്സ്റ്റ് മോൾ ഇൻ ടേംസ് ഓഫ് ആർക്കിടെക്ചർ. പക്ഷെ വീടിനടുത്തായതുകൊണ്ട് സീൻ അത് എത്ര അവിടെ ഒരു 100 ലിഫ്റ്റ് ഉണ്ട്. എന്നാ പകുതി ലിഫ്റ്റ് പകുതി സ്ഥലങ്ങളിലേക്ക് പോകത്തില്ല. പിന്നെ ഈ അന്ന് പറഞ്ഞില്ലേ, അന്ന് ഞങ്ങള് മറ്റേ ഫോറൻസിക് മറ്റേ ഐഡന്റിറ്റി കാണാൻ പോയപ്പോ ഒരു ഫാമിലി ഞങ്ങളുടെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവര് ഞങ്ങളുടെ ലിഫ്റ്റ് കയറിയിട്ട് ഇങ്ങനെ അവരിങ്ങനെ P1 ഈ P1 കേട്ടപ്പോഴേ എനിക്കറിയാം ഇവരിന്ന് P1 എത്തില്ല. കാരണം ആ ലിഫ്റ്റ് P1ലേക്കല്ല പോകുന്നത്. എന്നിട്ട് അങ്ങ് താഴെ എത്തിയപ്പോഴത്തേക്ക് ഇത് ഗ്രൗണ്ട് ഫ്ലോർ അല്ലായിരുന്നു. അപ്പൊ സെക്യൂരിറ്റി സൗത്ത് വെസ്റ്റ് സൈഡിലുള്ള ഇങ്ങനെ കയറി ഇവരിങ്ങനെ ഇതെന്ത്. അതെന്തായാലും ഇത് കണ്ടുപിടിക്കില്ല. അത് ഒറ്റ തപ്പി പോണോ ആ എക്സിറ്റ് കാണണമെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നണ ഇത് ഇവര് അറിഞ്ഞോണ്ട് ചെയ്തേക്കണേ. കാരണം ഇത് മാക്സിമം അവിടെ തന്നെ പെട്ടാല് പിന്നെ നമ്മളിങ്ങനെ മോർ ടൈം സ്പെൻഡ് ചെയ്യില്ല മോളുടെ അകത്ത്. അങ്ങനെ ഇത് ഭയങ്കര വീട്. ആ PVRല് തന്നെ മറ്റേ വെള്ളം കുടിക്കുന്ന ഇവിടെ, വാഷ്റൂം അവിടെ, വാഷ്റൂമിന്റെ ഓപ്പോസിറ്റ് സ്ക്രീന് 5 എന്ത് കുറച്ച് ഫ്ലിപ്പാ. പക്ഷെ അവരെ സെറ്റപ്പ് എനിക്ക് ഇഷ്ടം. മറ്റേ പഴയ തിയേറ്ററിലെ പോലത്തെ കൗണ്ടറില്ലേ, ഫുഡ് കൗണ്ടർ അത് നൈസാ. തിയേറ്ററിന്റെ അകവും നൈസാ. തിയേറ്ററൊക്കെ നൈസാ. ആ ഫുൾ ആർക്കിടെക്ചർ കുറച്ച് ബ്രെയിൻ റോട്ടാണ്. എല്ലാ ലിഫ്റ്റും തിയേറ്ററിന്റെ അങ്ങോട്ടില്ല. ചില ലിഫ്റ്റാണ് അപ്പുറത്തിറങ്ങി മറ്റേ എസ്കലേറ്റർ കയറി പോണം. പിന്നെ ഒരു ഹാക്ക് ഉണ്ട്. നമ്മള് ഇന്റർവെല്ലിൽ നേരെ ഇറങ്ങി ലെഫ്റ്റ് എടുത്തിട്ട് ആ ലെഫ്റ്റ് നേരെ ചവിട്ടി കഴിഞ്ഞാൽ ലുലുവിന്റെ ഫ്രണ്ടിലാണ്. അവിടുന്ന് ഒരു കട്ട്ലറ്റ് ബോക്സ് മേടിച്ച് നേരെ മുകളിലെത്തി കഴിച്ചിട്ട് കയറി കഴിഞ്ഞാൽ പടത്തിന് കയറാം. കറക്റ്റ് 15 minutes ടൈം സെറ്റ് ആക്കി പോണം. ഏതാ ലുലുവിന്റെ അടുത്തുള്ള? നമ്മള് തിയേറ്ററിന്റെ പകുതിക്ക് വെച്ച് ഇറങ്ങാം അപ്പുറത്തേക്ക്. അവർ ചോദിക്കത്തില്ല. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് കയറ്റ ചോദിക്കത്തില്ല. ഫ്രിസ്കിംഗ് ഉണ്ട്. നേരെ ഇറങ്ങാ, ലെഫ്റ്റിലത്തെ ഇതെടുക്കുക, നേരെ താഴത്തെ ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ ലുലുവിന്റെ ഫ്രണ്ടിലാണ് പോയി കയറണം. അവിടെ നിന്ന് സൈഡിൽ കൂടി കയറി കഴിഞ്ഞാൽ നേരെ ബേക്കറി ഇല്ല. ബേക്കറി നിന്ന് പപ്സ് മേടിക്കുക, നേരെ കയറുക, ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുക, കയറുക, കറക്റ്റ് സമയത്ത് കയറാം. ഒന്ന് ഇങ്ങനെ നടക്കണം, പതിയെ നടക്കാൻ പറ്റത്തില്ല, ഒന്ന് നടന്നാൽ മതി. നല്ല വിശന്നിരിക്കുവാണെങ്കിൽ പെട്ടെന്ന്. ഓൾസോ ക്വാർട്ടർ അല്ല 1 week പോലത്തെ എന്തോ പ്രൈസ് ഭയങ്കര ചീപ്പ്. എന്താ എന്തെങ്കിലും 2024 ഷൗട്ട് ഔട്ട് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഷൗട്ട് ഔട്ട് എന്താ? ഷൗട്ട് ഔട്ട് ഗഗനാചാരി പടം. ആ പുതിയ ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം? സോംബി പടങ്ങൾ 3 സോംബി പടങ്ങളുണ്ടല്ലേ, ജാംബി, അരുൺ ചന്തുവിന്റെ ഏതാ വല, പിന്നെ ഗോളമിന്റെ ഉണ്ട്, പിന്നെ ഗോളമിന്റെ വാമ്പയർ പടം ഉണ്ട്, ഗോളം ടീം ആൻഡ് മറ്റേ പുള്ളിയും ഷാജിദ്
ഷാജിദ് യാഹിയ, കൽബ് ഷാജിദ് ടീം. യാഹിയ, ഓ, എടാ, ഗോളത്തിലെ നായകനാണ് കൽബിലെ നായകൻ. എന്നുവെച്ചാല് ആ പ്രൊഡ്യൂസേഴ്സ് ഉള്ള എല്ലാ പടത്തിലാണ് പുള്ളി അഭിനയിക്കുന്നത്. അപ്പൊ അവരുടെ പുള്ളിയുടെ പാരന്റ്സ് അപ്പനറിയാ. മറ്റേ ഇത് മൈക്ക് മൈക്ക് ഇതെല്ലാം. ഇത് പിന്നെ ഇതൊക്കെയാ ഗോളം, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഗോളം, മൈക്ക്, കൽബ്. പിന്നെ ആ മറ്റേ പ്രേമം ടീം എന്തോ അനൗൺസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്തോ അനൗൺസ് ചെയ്തില്ല, എന്നിട്ട് ആരും അറിയാത്ത. പ്രേമൻ ടീമോ പുത്രനൊക്കെയോ? എന്നുവെച്ചാല് ഇവര് പോസ്റ്റ് ഇട്ടായിരുന്നു പ്രേമം ടീം ഹാസ് എ ബിഗ് അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഓ പ്രേമം ടീം. അത് കഴിഞ്ഞിട്ട് ഇവര് ഈ എന്താ ശബരീഷ് വർമ്മ, പിന്നെ വിഷ്ണു ഗോവിന്ദാണോ സൗണ്ട് ഡിസൈനർ, പിന്നെ അതിൽ വർക്ക് ചെയ്ത വേറൊരാളെ വെച്ചിട്ട് ഈ ഗോളത്തിലത്തെ ലീഡ് അഭിനയിക്കുന്ന പുതിയ പടം അനൗൺസ് ചെയ്തു. പക്ഷെ ഈ അനൗൺസ് ചെയ്ത വീഡിയോ ആരും കണ്ടില്ല. അപ്പൊ എല്ലാരും ഈ അപ്ഡേറ്റ് എവിടെ പോയി എന്ന് പറഞ്ഞു റെഡിറ്റില് പോസ്റ്റ് ഇട്ടു. അതൊക്കെ വന്നു, അറിഞ്ഞില്ലേ? യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. ഓക്കെ ഇത് എനിക്കറിയത്തില്ല സോംബി പടം. അല്ല, എനിക്ക് തോന്നണു അവര് അല്ല പുള്ളി ഡയറക്റ്റ് ചെയ്യണല്ലോ തോന്നുന്നു. എനിക്കൊന്ന് കോളത്തിന്റെ ഡയറക്ടർ ആയിരിക്കും. വലയല്ലോ. അല്ല, അതിന് പേരിട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ഷാജിദ് യാഹിയയുടെ അടുത്ത പടം അരിക്കൊമ്പനാ. അരിക്കൊമ്പൻ അതൊക്കെ അനൗൺസ് ചെയ്തായിരുന്നു. അനൗൺസ് ചെയ്ത് പുള്ളി അപ്പൊ തന്നെ സാധനം മറ്റേ റൈറ്റ്സ് വാങ്ങിച്ചു വെച്ച്. ലീഗലി റൈറ്റ്സ് വാങ്ങിച്ചോന്ന് അറിയില്ല, മറ്റേ കൾച്ചറലി റൈറ്റ്സ്. ഐ മീൻ നോബഡി വാണ്ട്സ് ടു മേക്ക് മൂവിസ്. പക്ഷേ അരിക്കൊമ്പന്റെ റൈറ്ററൊക്കെ സിനിമാ ബ്രാൻഡ് ഓഫീസറിന് ഫണ്ടൊക്കെ കണ്ടായിരുന്നു. ഇത് അപ്പോ മറ്റേ അരുൺ ചന്തുവിന്റെ സോംബി പടം ഉണ്ട്. അത് സിമുലേഷൻ ത്രില്ലർ ആണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ എഴുതിയേക്കണേ? എനിക്കറിയത്തില്ല, ഇറങ്ങുമ്പോ അറിയാം. പിന്നെ ജഗതി എക്സ്പോർട്ട് കിട്ടേക്കണത്. പടം വരുമ്പോഴത്തേക്കും ജസ്റ്റ് CBI അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട്, ഐ മീൻ ലൈക്ക് ഗതി ഇടിച്ച ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം ചെയ്ത് കഴിഞ്ഞിട്ട് AI പോലെ ഇരിക്കണമെങ്കിൽ. അത് എനിക്കറിയില്ല. എനിക്ക് ഈ പുള്ളി AI ഉപയോഗിക്കുന്നതിന്റെ മെയിൻ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഇത് ഒരു രീതിയിലും പുള്ളി ആലോചിക്കാനുള്ള ഇതിന് ഫിറ്റ് ആവണ്ടോ. ചുമ്മാ ഓക്കെ ഡിസ്റ്റോപ്പിയൻ സ്റ്റേഡിയം ഡിസ്റ്റോപ്പിയൻ ആക്കാം, വെള്ളം വെച്ച് നിറയ്ക്കാം, അങ്ങനെ ഇരിക്കും, എന്നിട്ട് അതെടുത്തിടാം. എനിക്ക് ഏറ്റവും പൊളിഞ്ഞത് ഗൈനാചാര്യന്റെ ലാസ്റ്റ് മറ്റേ വോക്ക് സൈക്കിൾ ഇടില്ലേ, പല പ്ലാനറ്റ്സിലൂടെ പുള്ളിക്കാരി പോയിന്ന് കാണിക്കാനായിട്ട്. അത് ചുമ്മാ മറ്റേ AI ജനറേറ്റഡ് വോക്ക് സൈക്കിൾ പോലത്തെ ഒരു സാധനം. മറ്റേ കോറിഡോർ ക്രൂല മറ്റേ ഒരു പുള്ളി ഇറങ്ങിപ്പോയിട്ട് ഒരു ചാലഞ്ച് നടത്തിയില്ല, പോണിഷർ. പുള്ളി ഒരു ചാലഞ്ച് നടത്തിയില്ല വോക്ക് സൈക്കിൾ. ആ സാധനം അതേപോലെ തന്നെ ആ ക്ലിപ്പ് എടുത്തിട്ട പോലെ ആയിരുന്നു എന്റെ ക്ലൈമാക്സ് ഒക്കെ. എനിക്ക് പൊളിഞ്ഞു വന്നു. അതുകൊണ്ട് എനിക്ക് പക്ഷെ പുള്ളി ഇങ്ങനത്തെ ചെയ്യണോണ്ടായിരിക്കും ചിലപ്പോ ആൾക്കാർ ഇനി ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങൾ ചെയ്യാൻ ആലോചിക്കാൻ. ഒരു ബഡ്ജറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി നൈസാക്കുമെന്നാണ് എനിക്ക് എനിക്ക് തോന്നണില്ലെന്ന് പറഞ്ഞിട്ട് ഇനി എന്നെ ചിലപ്പോ ഇതാണ് മെയിൻ റീസൺ നിങ്ങൾ എപ്പിസോഡ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഹോട്ട് ടേക്സ് പറഞ്ഞിട്ട് ഇനി ജോലി ഇട്ടോണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഫുൾ പേർ ഇങ്ങനെ യൂട്യൂബർ പോഡ്കാസ്റ്റർ എന്ന് പറഞ്ഞിറങ്ങുകയാണെങ്കിൽ നല്ല. ദാറ്റ് ഈസ് നോട്ട് അവർ ഇന്റൻഷൻ അൺഫോർച്യുനേറ്റ്ലി. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് വേണം ഉണ്ണിമൂന്തൻ 3 പേരെ തട്ടിക്കൊണ്ടുപോകും. 3 പോഡ്കാസ്റ്റർ ആണല്ലേ റസല് വരും. അതാണ് മറ്റേ ഈ ബാഡ് ബോയ്സിലെ യൂട്യൂബർ വന്നപ്പോ നമുക്ക് ഭയങ്കര ബോർ ചെയ്യുന്നായിരുന്നു. പക്ഷെ മാർക്കോയില് സാധനം ഫിറ്റ് ആവുന്നുണ്ട്. ഭയങ്കര പ്യൂർ ആണ് ഇതിനകത്ത് ഇമോഷൻസ് പറഞ്ഞാല്. ആരോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു, ഫിൽട്ടർ ഒന്നുമില്ല, നേരെ ഒന്ന് യൂട്യൂബർ ആണല്ലേ, നേരെ തൂക്കി കാറിൽ വെച്ച് സാധനമൊക്കെ ചെയ്തില്ലേ. വെരി ഓണസ്റ്റ്. I think shout ഔട്ടിന്റെ കാര്യം പറയുമ്പോൾ there are some people who I don't want to give shout outs to. അമൽ നീതത്, രാജീവ് രവി. രാജീവ് രവി എന്ത് ചെയ്ത ഒന്നും ചെയ്തില്ല. ഒരു പണിയില്ല, വെറുതെ തത്വം പറയുക, ഇങ്ങനെയൊക്കെ നടക്കുക. Toxic. Oh, that looks so bad. That looks like Megalopolis. It actually looks like a scene from Megalopolis. മറ്റേ ആരോ I think meme farm or something posted a meme. മറ്റേ ടോം ഇല്ലേ, the funky Tom and Jerry Tom. Looks like that. I don't know what they're trying to achieve. Pinstripe, fedora.
ആ പടം നല്ലതായിരിക്കും, പക്ഷെ ദ ടീസർ ഇസ് ഫക്കിംഗ് ടെറിബിൾ. അത് ഇത് മറ്റേ ആ എക്സ്റ്റീരിയറിൽ ഇവരുടെ ഈ രാജീവി കശ്യപ് ഗാങ്ങിന്റെ സ്ഥിരം ബോംബെ നൈറ്റ് ക്ലബ് ഉണ്ട്, ബോംബെ വെൽവെറ്റ്, സീക്രട്ട് ഗെയിംസ്, എല്ലാത്തിലും ഈ സെയിം സാധനം തന്നെ. അതേ സംഭവം ഇവിടെ എടുത്തിട്ട് അതേ ലൈറ്റ് അതേ ലുക്ക്. ഒരു ഇന്റർവ്യൂ വന്നില്ലായിരുന്നു, പുള്ളി റിഹേഴ്സൽ ഒന്നും ചെയ്യില്ല, റിഹേഴ്സൽസിനെ വിളിച്ചാ ഒന്നും ചെല്ലത്തില്ല. പുള്ളിക്ക് ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ പുള്ളിക്ക് അറിയേണ്ട എന്തിന് പുള്ളി ആ ഡയലോഗ് പറയണം, പുള്ളിയുടെ ക്യാരക്ടർ ആ ഡയലോഗ് പറയണം. ഇങ്ങനെ ആദ്യമൊക്കെ പറയുമ്പോ പുള്ളി എന്തോ ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിച്ചിട്ട് ആണ് ഇതിനെ അപ്രോച്ച് ചെയ്യണമെന്നൊക്കെ തോന്നും. പിന്നെ അത് മോർ ഈ സ്റ്റാർട്ട്സ് ടോക്കിംഗ്, ദ മോർ ഈ സൗണ്ട്സ് ലൈക്ക് വാട്ട് ഈസ് ഹി ഡൂയിങ്. അതെ, എനിക്കത് അത്ര അത് ഭയങ്കര ഒരു വളരെ പിയർ ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിട്ടാ തോന്നി. ഐ ഡോണ്ട് തിങ്ക് പുള്ളി ജസ്റ്റ് ഓൺ ദ സെറ്റ്സ് ഓഫ് ടോക്സിക് നമ്മുടെ അയാളുടെ പേരെന്തായിരുന്നു, പൃഥ്വിരാജ്. ആ പടത്തിന്റെ പേര് ജനങ്ങളുടെ ടീച്ചർ ഇറങ്ങിയില്ലായിരുന്നു. റോക്കി ബൈയുടെ അത് അങ്ങനെ വലിയ ഞാൻ മുഴുവൻ കണ്ടില്ല, കുറച്ച് കണ്ടിട്ട് വെരി ബോറിങ്. നമുക്ക് ഭയങ്കര ഓർഗാനിക് ആണോ അല്ലയോ എന്നൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവുമല്ലോ. ആ മറ്റേ ഇത് കഴിയുമ്പോഴത്തേക്കിന് മറ്റേ PR മോഡാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഫൈൻ, യുനോ. I don't like the fucking fedora, man. Like, he looks like a redditor. Like a redditor's idea of like classy man. Swag is for boys, class is for men. അങ്ങനത്തെ സാധനം. ഇനി ഇവരുടെ മറ്റേ എന്തായിരുന്നു ടാഗ്ലൈന്, ഗാങ്സ്റ്റർ സ്റ്റോറി ഫ്രം ദ ഫീമെയിൽ ഗേസ്. അല്ല, അതല്ല ടാഗ്ലൈൻ. ടാഗ്ലൈൻ എന്തോ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ്. ഇങ്ങനെ വേറെ ടാഗ്ലൈനും ഉണ്ട്, എന്ത് ഗാങ്സ്റ്റർ സംതിങ് ഫ്രം എ ഫീമെയിൽ ഗേസ്. ഫീമെയിൽ ഗേസ് ആണ്. ടീച്ചർ കണ്ടില്ലേ? അതെ അതെ, കൊള്ളാം. അതാണ് അതിന്റെ ഒരു അങ്ങനെ. I don't know, എനിക്കറിയില്ല. I'm excited to see it, but I don't know what's. എനിക്ക് എന്താ സ്തുതിക്ക് ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കണം. കാരണം മറ്റേ ബോഗൻവില്ലേന്റെ പ്രൊമോ സോങ് ഇറ്റ് ഡിഡ് ഇറ്റ്സ് ജോബ്, മേഡ് ദാറ്റ് മൂവി റെലവന്റ്. അത് ഒരു ക്വിക്ക് കുക്കിംഗ് ആയിരുന്നു. വളരെ പെട്ടെന്ന് ഇത് അങ്ങനെ വലിയ കുക്ക് ചെയ്ത വീഡിയോ അല്ല, വളരെ നോർമൽ പെട്ടെന്ന് ഡിഡ് ഇറ്റ്സ് ജോബ്. അത് ഇപ്പോഴും കേൾക്കുമ്പോൾ ഒരു വൈബ് ഉണ്ട്. അതുകൊണ്ട് മാത്രം ആ പടത്തിനെ പറ്റി ആലോചിക്കുന്നു. I mean like its existence. സ്തുതി എവിടെ കിടക്കുന്നു, ബോഗൻവില്ല എവിടെ കിടക്കുന്നു. അയ്യോ, ബോഗൻവില്ല is so it's very അതിൽ എനിക്ക് ആകെ നോട്ടബിൾ ആയിട്ട് മറ്റേ കുഞ്ചാക്കോന്റെ ഇടി, ചോക്ക് സ്ലാമിങ്ങും മറ്റേ ഷർഫുദ്ദീന്റെ ബോണറ്റിൽ തലക്കില്ലേ, ഷർഫുദ്ദീൻ അവിടെ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് വന്നിട്ട് പീട്ടത്തിട്ടിടിക്കുന്ന ആ മാർക്കോ പട്ടീനെ ഇടിയില്ല അതുപോലെ ഇട്ടിടിക്കും. മറ്റേ ശ്രദ്ധയോട് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞപ്പോ നേരെ കുഞ്ചാക്കോന്റെ കയ്യിലോട്ട് ഓടിച്ചല്ലോ, നേരെ ചോക്ക് സ്ലാം. ഡേവിഡ് കോശി, തേനി ACP. I think this is the worst Amal Neerad movie. ബൊഗൻവില്ല ഈസിലി. കാരണം ബാക്കി എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ലൈക് സാഗർ അലേസ്റ്റി ഹാസ് ലൈക്ക് എസ്തെറ്റിക്സ്, കണ്ടിരിക്കാൻ ഫണ്ണാണ്, ഡയലോഗ് ഇല്ലാത്ത സീനൊക്കെ. CIAയിൽ മറ്റേ പല വിടുന്നവരെ ആക്ച്വലി ഫണ്ണാണ് പടം, പിന്നെയാണ് കൈ പോകുന്നത്. ഇതെന്താ ഈവൻ ദ പോസ്റ്റേഴ്സ് ക്ലിക്ക് ബേറ്റ് ആയിരുന്നു. ഏത് ബൊഗൻവില്ല? ഫഹദിനെ മെയിൻ ആയിട്ട് കൊണ്ടുവച്ചിട്ട്. അതല്ല, എല്ലാവരുടെയും തോക്കൊക്കെ ഉണ്ടായിരുന്നു. nobody shoots nothing. Nobody gets shot. I think climax just ലാസ്റ്റ് ആവുമ്പോ മറ്റേ എന്താ ഒരു ഷോട്ട് ഗൺ ഉണ്ട്. ജോസമ്മ വെടി വെക്കുന്നുണ്ടോ? ലാസ്റ്റ് വെടിവെക്കുന്നുണ്ടോ? കുഞ്ചാക്കോനെ വെടി വെച്ചല്ലേ ഇവരൊക്കെ ഇത്ര ഉള്ളി ചേച്ചി. The most dishonest Amal Neerad has ever been on film. Like why are you lying, you know? Like Amal Neerad is like too pure of an artist. പുള്ളി കള്ളം പറയുന്നതിനായി ഭയങ്കര എവിഡന്റാ, ജാക്കറ്റിൽ വിശ്വാസം ഒന്നുമില്ല. That's why Bachelor Party feels so authentic. This feels so fake. ഇത് പക്ഷെ എന്തോ വെറുതെ ചെയ്ത പടമല്ലേ, ഉറപ്പല്ലേ? ജ്യോതിർമയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ലാതെ വെറുതെ ഡേവിഡ് കോശി പുള്ളിയുടെ സ്പിൻ ഓഫ് വേണം, ഗുലുമാലൊക്കെ പോലെ. അത് ആ പടത്തിലെ വഴിയോന്ന് എവരിബഡി നോസ്, അറ്റ്ലീസ്റ്റ് സസ്പീഷ്യസ് ഓഫ് കുഞ്ചാക്കോവൻ എക്സെപ്റ്റ് ദ കോപ്പ്. സോറി ഫോർ ബീയിങ് സോ ഇൻകോമ്പറ്റന്റ്. എന്നിട്ട് ടാറ്റ കാണിച്ചിട്ട് എന്നിട്ട് മാസ് ഡയലോഗ് പറഞ്ഞപ്പോ ഇവന്റെ ഇരിപ്പുണ്ടാത്തൊന്ന് ഇവനായിരിക്കും തെളിയിച്ചതെന്ന്. അതും സോറി വി വെർ ഇൻകോമ്പറ്റന്റ് പറഞ്ഞ it just cuts to show with Lagan. What did he do? Caught in the crossfire. പുള്ളിയുടെ ചോദ്യം തേനി ACP ഒക്കെ അല്ലേ, പുള്ളിയാണല്ലോ കേസ് കൊണ്ടിരുന്നത്, അവിടുത്തെ കേസല്ലേ ഇങ്ങോട്ട് കൊണ്ടിരുന്നത്. അയ്യോ, അത് കൊള്ളാം.
that was some piece of work. നമ്മള് ഫസ്റ്റ് ആയിരുന്നോ? ആ പടം ഫോർ സം റീസൺ പാസ്പോർട്ടിൽ ഫസ്റ്റ് ഡേ തന്നെ FDFS ഉണ്ടായിരുന്നു പാസ്പോർട്ടിൽ. സാധാരണ പുതിയ പടങ്ങൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ന്യൂ റിലീസ് ഒന്നും വരില്ല പാസ്പോർട്ടിൽ. മലയാളത്തിൽ അങ്ങനെ സാധാരണ കിട്ടും എന്നാണ് എനിക്ക്. പക്ഷെ ഈ ആവേശം ഒന്നും ഇല്ലായിരുന്നു വന്ന സമയത്ത്. ആവേശം എന്താണോ കിട്ടി? ഈ ഐഡന്റിറ്റി നമുക്ക് സെക്കൻഡ് വീക്ക് തന്നെ കിട്ടി. നോക്കണം. ഐഡന്റിറ്റി അല്ല, നമുക്ക് പറഞ്ഞിട്ട് ആദിത്യ ഡോർബെൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അതെ, ആദിത്യസ് ഹൗസ്, ആദിത്യസ് ഹബ്, പോഡ്. എന്തായിരുന്നു ഇത്? ഐഡന്റിറ്റി ഞാനും അലക്സൂടെയാണ് കണ്ടത്. ആദ്യത്തെ കണ്ടില്ല. ഓ വന്നോ? കമോൺ എടാ, എന്നാ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം കൊടുത്തേ. ഓ അല്ല, കമത്തില്ലേ? ഓ അത് കിട്ടിയോ? ഡ്രൈ. അതെന്റെ ഫോൺ. അയ്യോ, എന്തായിരുന്നു പറഞ്ഞത്? ഐഡന്റിറ്റി. I would recommend everyone go watch it. അത് തിയേറ്ററിൽ കാണാൻ നല്ല ഫണ്ണാ. കാരണം ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഓരോ ഔട്ട്ലാൻഡിഷ് കാര്യം ഞാൻ അനൂപിന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോ അത് തന്നെ നടക്കും. ഇപ്പൊ ഇങ്ങനെ ഒരാള് പഴത്തൊല്ലിയില് സ്ലിപ്പ് ചെയ്ത് താഴെ വീണെന്ന് പറഞ്ഞാൽ അത് നടക്കും പടത്തില്. കാരണം അത്രയും ലൈക്ക് കെയോട്ടിക് ആയിട്ട് ആ പടം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോഴത്തേക്കും തിയേറ്ററിൽ എല്ലാരും ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. മൊത്തം ചിരിയായിരുന്നു. എല്ലാ ഓരോ ഗ്യാങ് ഓരോ മൂലൊന്നും ഇങ്ങനെ നമ്മളായിരിക്കും അലമ്പാക്കുന്ന. പക്ഷെ അല്ല, വേറെ പുറകിലും വൻ ചിരിയായിരുന്നു. അതാ ആ പടം ഒന്ന് സൈലന്റ് ആയിട്ട് വേണ്ട അത് കേൾക്കാൻ. വൻ ബഹളം പടത്തിനകത്ത്. ഒരാവശ്യമില്ലാണ്ട് ടെനറ്റ് മൂഡാണ്, പക്ഷെ വെറുതെ ഇട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യുക. അതാ ഈ ടൈറ്റിൽ വന്നപ്പോ തന്നെ ഞാൻ എന്റെ അടുത്ത് ചുമ്മാ കളിയൊക്കെ പറഞ്ഞു, ഓ മലയാള സിനിമയുടെ ടെനറ്റ്. അതുപോലെ ടെനറ്റില് പിന്നെ മറ്റേ ടൈം മുന്നോട്ട് പിന്നോട്ട് സം വാറന്റഡ് കൺഫ്യൂഷൻ. ഇത് വെറുതെ ടെനറ്റിലെ പോലത്തെ BGM ഉണ്ട്. ഇങ്ങനെ ടെനറ്റിലെ പോലത്തെ BGM ഉണ്ട്. അതാ നീ ആദ്യം കേട്ടപ്പോ അടുത്ത ഷിപ്പ് യാർഡ് ആണോ അതിങ്ങനെ റൈസ് ചെയ്യും. ടൊവിനോ മറ്റേ ഇത് സ്പോയിലർ. ഏതാ? ഈ സിനിമ തുടങ്ങുമ്പോ തന്നെ ടൊവിനോ തൃഷയുടെ അടുത്ത് ചോദിച്ചിട്ട് ഇത് വരയ്ക്കാം, പോർട്രേറ്റ് വരയ്ക്കാം. അപ്പൊ ഇങ്ങനെ വരച്ചു തുടങ്ങിയിട്ട് ടൊവിനോ ആണെങ്കിൽ ആരെയും കാണിക്കണില്ല. പുള്ളി ഇങ്ങനെ കൊണയോട് കൊണ ഇങ്ങനെ ഓരോ മറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഇത് എന്ത് ചെയ്യാണ് ഇത് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവന്റെ അടുത്ത് പറയും, മിക്കവാറും ഇവന്റെ ഫോട്ടോ ആയിരിക്കും. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഞാൻ ഓർത്ത് ഇന്റർവൽ ബ്ലോക്കിൽ ശരിക്കും ഒരു ബസിംഗ പറഞ്ഞിട്ട് തീരായിരുന്നു. പെർഫെക്റ്റ് മൂവ്മെന്റ് ആയിരുന്നു ഇത്. അല്ലെങ്കിൽ മറ്റേ ഹേജൂഡ് ഇല്ലേ, ഓർക്കുന്നുണ്ടോ? നിവിൻ പോളിയുടെ ഹേജൂഡിലെ നിവിൻ പോളി ത്രില്ലർ പടത്തിൽ എങ്ങനെ ആയിരിക്കും അതായിരിക്കും ഫസ്റ്റ് ഹാഫ്. പക്ഷെ പിന്നെ സെക്കൻഡ് ഹാഫ് പുള്ളി ഒരു ട്വിസ്റ്റ് വരും. ഏജന്റ് എക്സ് മൂവ്മെന്റും ഉണ്ട്. ഏജന്റ് എക്സ് ആണ് പുള്ളി, സ്കൈ മാർഷൽ. അതല്ല, പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞു, ഓ പ്ലെയിൻ ഫൈറ്റ് എവിടെയായിരിക്കും, മിക്കവാറും വിനയറെ വല്ലതും ദുബൈയിലേക്ക് ഓടിപ്പോകുമ്പോഴായിരിക്കും എന്ന്. അപ്പൊ അതെന്തിനാ ഇയാള് ബാംഗ്ലൂരാണ്ടല്ലേ? അല്ല, പുള്ളി ദുബൈയിലേക്ക് നേരെ ദുബായിക്ക് ഫ്ലൈറ്റ് ഓടിക്കും. ഫോർ നോ റീസൺ. ബാംഗ്ലൂരിലോട്ട് വേറെ ഫ്ലൈറ്റ് ഉണ്ട്, 2 ഫ്ലൈറ്റ് ഉണ്ട്. ഒരു 20 മിനിറ്റ് സെറ്റ് പീസ് ഉണ്ട് ഈ ബാംഗ്ലൂരിലേക്കുള്ള ഒരു ഫ്ലൈറ്റിന്റെ ഒരു സെറ്റ് പീസ്. അത് 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമില്ലായിരുന്നു. കംപ്ലീറ്റ്ലി പോയിന്റ്ലെസ്. നമ്മളിങ്ങനെ എന്തിനാ അതിപ്പോ കണ്ടെന്ന് തോന്നും. പൊതുവെ നല്ല ഫണ്ണാ, ഭയങ്കര ഫണ്ണാ. അതെനിക്കറിയില്ല. എടുക്കും പക്ഷെ ഈ ഇങ്ങനെ കണ്ടിരിക്കാം. സിനിഫൈൽ മൂവി. ഈ ഫോറൻസിക് ഒക്കെ ഞാൻ ഫോറൻസിക് അങ്ങനെയാ കണ്ടതെന്ന് വെച്ചാൽ കണ്ടിരിക്കാം ഒരു പടം. ഇത് ഫോറൻസിക് ഓൺ സ്റ്റെറോയിഡ്സ് ആണ്. ഫോറൻസിക് സീംസ് നോർമൽ ആൻഡ് ലോജിക്കൽ compared to it. I am surprised it's not getting like so much hate. It's just getting a little bit of hate. ആരും കാണുന്നില്ലല്ലോ. പക്ഷെ ഇച്ചിരി സാഡാന്ന് വെച്ചാൽ ഇത്രയും ഇങ്ങനെ ഇതാ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും കാണിച്ചു കൂട്ടി ഇതെന്ന് വെച്ചാ ദീസ് മിസ്റ്റേക്സ് ആർ ലൈക്ക് സോ എക്സ്പെൻസീവ്. അതുകൊണ്ട് ആരും ചെയ്യില്ല. പക്ഷെ ഇങ്ങനത്തെ പടങ്ങളാ വേണ്ടത്.
ഇതിലൊരു ഒരു ഒരു ഇവൻ ആദ്യം വന്ന ഏതോ പടം വരയ്ക്കുന്ന സീനിൽ എല്ലാരും ആ സീനിലുള്ള എല്ലാരും കണ്ണാടി വെച്ചിട്ടുണ്ട്. ലെൻസ് ആൻഡ് ഫ്രെയിംസ് പരസ്യം പോലെ ആക്ച്വലി ഇങ്ങനെ നോർമൽ ഗ്ലാസസ് ഒന്നുമില്ല, പല പല കളറിലുള്ള പരസ്യത്തിൽ വെക്കുന്ന കുറച്ച് എടുത്ത് വെക്കുന്ന ഗ്ലാസ്സില് ആരും സെയിം ഷേപ്പ് ഇല്ലേ, എല്ലാരും വേറെ വേറെ ഷേപ്പ്. വീട് ഒരുമാതിരി മറ്റേ ആഡ് വീടാ, ടീലും ടീൽ പെയിന്റും പിന്നെ മറ്റേ ഓറഞ്ച് ലൈറ്റ് ഒക്കെ ആയിട്ട് കോസ്റ്റ്യൂമും പാലറ്റ് പിടിച്ചിട്ടാ. അതിന്റെ കൂടെ ഈ ലെൻസ് ആൻഡ് ഫ്രെയിംസ് പോലത്തെ ഫ്രെയിംസ് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ചുമ്മാ ഇങ്ങനെ ആലോചിച്ചോ ഇത് എല്ലാരും കണ്ണടി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തിങ്കിങ് ഓൺലി 2 പേരല്ലേ വെച്ചിട്ടുള്ളൂ, ഇല്ല 3-ാമത്തെ ആള്, അല്ല 4, അല്ല 5, അല്ല ബാക്കിൽ വേറെ 2 എല്ലാരും. ആ കൊച്ചു ടോവിനോ പടം വരയ്ക്കാൻ വന്നയാള്, ആര്യ ബഡായി, മറ്റേ ഫുൾ ടീം. അയ്യോ, ഈവൻ അജു വർഗീസ് ഉണ്ട്. അജു വർഗീസ് മീശ ഉണ്ടോ? അതെന്താ അങ്ങനെ ഒരു, അത് ലെറ്റർ ബോക്സിൽ ഇങ്ങനെ ആൾക്കാർ പറയുന്നു ഉണ്ട് ഇല്ല എന്നൊക്കെ. അത് പുള്ളി ക്ലീൻ ഷേവാ, പക്ഷെ ഒരു മറ്റേ മീശ വെച്ചിട്ട് മറ്റേ നമ്മുടെ സ്കിൻ കളർ പെയിന്റ് അടിക്കില്ലേ, അത് പെയിന്റ് അടിച്ച പോലെ അതെനിക്കറിയില്ല. അതെന്താ പുള്ളിയുടെ ലിപ്പ് വല്ലതും വേർതിരിക്കണോണ്ടാണോ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, നീ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ. പിന്നെ കഴിഞ്ഞ ദിവസം ലെറ്റർ ബോക്സിൽ നോക്കിയപ്പോഴെന്തോ മീശ എടുത്തു പറയുന്നുണ്ട് ആൾക്കാർ കുറെ പേര്. സോ ഐ ഡോണ്ട് നോ, സംതിങ് മസ്റ്റ് ബി ദർ. പടത്തിന്റെ പിന്നെ എന്തെങ്കിലും സേവിങ് ഡേയ്സ് ഉള്ള മറ്റേ വിനയറായ എന്തെങ്കിലും ഒരു ടൊവിനോ മറ്റേ മാനിക്വൻ ഒന്നുമില്ല. അത് ഇങ്ങനെ അൺഅബാഷഡ്ലി മാനിക്വൻ എന്നുവെച്ചാല് ശരിക്കും പുള്ളിയുടെ ഫസ്റ്റ് ഫ്രെയിം ആ ചാഡിമോജിയാ സിഗ്മ. എന്നിട്ട് ഇങ്ങനെ വടി പോലെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏണ്ടൊക്കെ പറഞ്ഞിട്ട്. വി കാൻ ടെൽ ഇയാൾക്ക് ഇഫ് ഹി ഹാസ് ലൈക്ക് OCD ഓട്ടിസം എന്തെങ്കിലും ഉണ്ടോ, ഇഫ് ഹി ഈസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് യു ആക്ച്വലി കനോട്ട് ടെൽ. എനിക്കിപ്പോഴും അറിയില്ല, ഞാൻ അങ്ങനെയാണെന്നാണ് എൻ്റെ ഇത് ഇന്റർപ്രിട്ടേഷൻ. പുള്ളിയുടെ കവർ അതാണ്, ബ്രെയിനി. അതാ ഈ ഏജന്റ് എക്സ് എന്ന് അറിഞ്ഞു കഴിയുമ്പോ പിന്നെ ആ ഒരു അങ്ങനെ ആലോചിക്കാലോ. നോ ഐഡിയ എവിടെയാണ് എന്താണ് ഐഡിയ ഇല്ല. ഫേസ് ബ്ലൈൻഡ്നെസ് ഉണ്ട്, ഫേസ് ബ്ലൈൻഡ്നെസ്, ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ആക്സിഡന്റ് പറ്റിയ ഫീച്ചർ മെമ്മറിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ നിന്റെ ഫേസ് കണ്ടാല് ഓർത്തെടുക്കാൻ പറ്റില്ല ഇന്നലെ നിന്നെയാണോ കണ്ടത്. പുള്ളിക്കാരിനെ വെച്ചിട്ടാണ് ക്ലൈമാക്സിലെ ആൾക്കാരെ ഐഡന്റിഫൈ നിർത്തിയേക്കുന്നത്. പുള്ളിക്കാരിക്ക് ഒറ്റ ഗോളേ ഉള്ളൂ, ആളെ കണ്ടുപിടിക്കണം. പുള്ളിക്കാരിയെ കണ്ടിട്ടുള്ളൂ ഞാൻ കറക്റ്റ്. പുള്ളിക്കാരിക്ക് മറ്റേ ഫേസ് ബ്ലൈൻഡ്നെസ് ഉണ്ട്. അത് വേറെ ഒന്നും ചെയ്യണല്ലോ. പുള്ളിക്കാരി ഏതെങ്കിലും മുറി പോയി ഇരുന്നിട്ട് ഫേസ് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ വല്ല പൊട്ടത്തെറ്റ് ഈ ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറയും. അതെ, ചേസ് തുടങ്ങും കുറച്ചേതുണ്ട് ഇടയിൽ പോയി തൃശ്ശേരിന്റെ അടുത്ത് ഇറങ്ങിക്കോ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളിയൊക്കെ പോവും. അത്രയും ബഡ്ജറ്റില്ലായിരുന്നു, പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അത് അവസാനം വന്നപ്പോഴും അതൊന്നാലോചിച്ച് ഇവനാണ് മറ്റേ സ്കൈ മാർഷലാണ് കൊണാണ്ടറാണ്. എന്നിട്ട് ഫ്ലൈറ്റിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് എടുക്കണേ മറ്റേ കുപ്പി വേണം. ഇവന് വിളിച്ച് ചോദിച്ചാൽ പോരെ ഇവന്റെ ഓഫീസിൽ. ബാക്കി ഫുള്ള് സെറ്റപ്പ് ഉണ്ട്. പക്ഷെ തുടക്കത്തിൽ ഇറ്റ് മേക്ക് സെൻസ്, ഹീസ് ലൈക്ക് എ റാൻഡം സിറ്റിസൺ, സോ ഹീ നീഡ് എ ഹാക്കർ. അവസാനം അപ്പൊ ഹീസ് ലൈക്ക് ഇത്രയും സെറ്റപ്പ് ഇല്ല എന്നാ പിന്നെ ജസ്റ്റ് ആസ് ദ ഗവൺമെന്റ് ഇത് മിഷൻ നടക്കുമല്ലോ. ഈ സിനിമ ഇങ്ങനെ കുറെ കാര്യങ്ങൾ റിവീൽ ചെയ്യും കേട്ടോ, പക്ഷെ വി ആർ നോട്ട് ഷുവർ ഇഫ് അത് നമ്മുടെ അടുത്ത് പറയണയാണോ, അല്ലെങ്കിൽ കാരണം ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഇത് ഇവർക്ക് അറിയായിരിക്കില്ലേ. അതായത് ഇന്റർവെല്ലിന്റെ ഒരു മെയിൻ പോയിന്റ് ഉണ്ട്, വിനയറായി റിയലൈസസ് സംതിങ്. അത് പടം തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്, വന്നത് റിവീല് പോലെ. നമ്മൾ വിചാരിക്കും ഓക്കെ വിനയറായി മറ്റേ ഡബിൾ ഏജന്റ് കളിക്കുക, ഇത് അറിഞ്ഞിട്ട് പൊട്ടം കളിക്കണേന്ന്. പക്ഷെ അല്ല, പുള്ളി ആക്ച്വലി അപ്പോഴറിയാം. മറ്റേ പടം ഇങ്ങനെ തന്നെയല്ല, ഫോറൻസിക് ഇങ്ങനെയൊക്കെ സെയിം വഴിയൊക്കെ തന്നെ. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും എന്നുവെച്ചാൽ ഈ നാട്ടിലുള്ള എല്ലാവരും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. ഈ ഷമ്മി തെലകനൊക്കെ കയറി വന്നിട്ട് പുള്ളി മെയിൻ ആവും പെട്ടെന്ന് ഇൻവെസ്റ്റിഗേഷന്റെ. പുള്ളിക്ക് ആരാണെന്ന് പോലും അറിയില്ല, നോ ഐഡിയ. അത് പ്രൊഫഷണലി ആക്കെന്താ പണി. പുള്ളിയുടെ ഓഫീസിൽ പോട്ടോ, ഇത് ഓഫീസാന്ന് തോന്നുന്നു. പക്ഷെ അതൊരു മറ്റേ AI വെച്ച് ബ്ലെൻഡ് ചെയ്ത പോലെ എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ. ഇത് മറ്റേ DGPന്റെ ഓഫീസ് ആവാം, പ്രൊഫസറിന്റെ ലെക്ചർ റൂം ആവാം, അല്ലെങ്കിൽ നടത്തുന്ന സ്ഥലമാവാം. ഇത് എല്ലാത്തിന്റെ എലമെന്റ്സ് ഉണ്ടാവും ആ മുറിയില്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല ഇത് എവിടെയാണ് നടക്കുന്നത്. ഒന്നും മനസ്സിലായില്ല. ഇവരുടെ അപ്പാർട്ട്മെന്റ് ഏതാ, ഇത് ബാംഗ്ലൂരാണോ, ഇത് എറണാകുളം ആണോ, രണ്ടും ഉണ്ട്. ഒന്നും മനസ്സിലായില്ല ഇത് എവിടെ എന്താ നടക്കുന്നത്. എല്ലാം ഫ്ലിപ്പ് സാധനം നടക്കില്ല. മറ്റേ 48 hours 48 hours earlier എന്ന് പറഞ്ഞിട്ട് ഒരു സീൻ്റെ ഇടയിൽ ചുമ്മാ ഫ്ലാഷ് ബാക്ക് അടിക്കും. അതും ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുന്നേ, ലൈക്ക് നമ്മള് പടം കഷ്ടപ്പെട്ട് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലായി ഇത് കാര്യമില്ലായിരുന്നു എന്ന്. ലൈക്ക് ഇൻഫർമേഷൻ ഇമ്പോർട്ടന്റ് അല്ലായിരുന്നു എന്ന്.
എല്ലാ ട്വിസ്റ്റിനും നമ്മൾ ഏറ്റവും കൊണച്ച എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കോ അതായിരിക്കും അതിന്റെ എക്സ്പ്ലനേഷൻ. അതായത് ഒട്ടും ആത്മാവില്ലാതെ ഈ ത്രില്ലറിന്റെ ടെക്നീക്സ് മാത്രം. ഓക്കെ, ഇവിടെ ഇങ്ങനെ സാധനം വേണം, ഇവിടെ റെഡ് ഹെറിങ് വേണം, ഇവിടെ ഡീവിയേഷൻ വേണം, അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്തോട്ടൊന്നും ഇല്ല. ഭയങ്കര മെക്കാനിക്കലി ഉണ്ടാക്കിയൊരു സിനിമ പോലെ. പക്ഷേ ഞാൻ പിന്നെ മെയിനായിട്ട് ആ ഫ്ലൈറ്റിൽ തിടിയും കാർ ചേസും കാണാനാണ് പോയത്. സാറ്റിസ്ഫൈഡ്. അതിലെ കാർ ചേസ് മറ്റേ പ്രേമലൂല ചേസ് പോലെ ഒരു കാറിന് എന്റെ സ്ട്രേറ്റ് റോഡ് ഇട്ട് ഓടിക്കുന്നു, 2 കാറും 60 മേളിൽ പോകുന്നില്ല. അത് ഭയങ്കര എവിഡന്റ് ആണ്, അത് മനസ്സിലാവുകയും ചെയ്യും. മറ്റു സാധനം വേണമായിരുന്നു ടെനറ്റിൽ പോലെ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊരു അറ്റ്ലീസ്റ്റ് ആ സ്പീഡ് ഫീൽ ചെയ്യണമല്ലോ. ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലായി ഇത് പതുക്കെ വണ്ടി പോകുന്നത്. ചറവറ കുറെ കട്ട് മറ്റേ ഇങ്ങനെയുള്ള ക്യാമറ ആംഗിൾ ഇല്ലേ, അത് കുറെ മറ്റേ ഡ്രോണിലുള്ള കുറെ സാധനങ്ങൾ. എനിക്ക് മറ്റേ ഇതിലത്തെ ചേസൊക്കെ ഓർമ്മ വന്നത്. മറ്റേ കുഞ്ചാക്കോന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, മറ്റേ അരവിന്ദ് സ്വാമിയൊക്കെ ഉള്ള കുഞ്ചാക്കോന്റെ ചാപ്റ്റർ 2. അതിൽ ഇങ്ങനത്തെ ഒരു കാർ ചേസ് ഉണ്ട്, ഈ ഡ്രോൺ വെച്ചിട്ട്. അത് പക്ഷെ സീനായിരുന്നു. അത് മറ്റേ അസാസിനേഷന് മുന്നേ ഉള്ള, എന്നിട്ടല്ലേ കേറുമ്പോ പാന്റ് ഷർട്ട് ഇട്ടുകൊണ്ട് വരും, ഇറങ്ങുമ്പോ മുണ്ടെടുത്തോണ്ട് വരും. എന്നിട്ട് ഫുള്ള് വെടി GTA സ്റ്റൈൽ. അത് കഴിഞ്ഞ വർഷമായിരുന്നു ഇറങ്ങിയത്. ഗോൾഡ് ഇറങ്ങിയത് വർഷമാ 22 വർഷം ഇറങ്ങി. 4 years. അതങ്ങനെ ഇത് സച്ച് അൺനെസസറി, ലൈക്ക് ഹൗ നോട്ട് ടു മേക്ക് എ ത്രില്ലർ. ഭയങ്കര മെയിൻ ഇഷ്യൂ ഈ ഓവർ കോംപ്ലിക്കേഷനാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോ പ്ലെയിൻ ആയിരുന്നെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഓവർ കോംപ്ലിക്കേറ്റഡ് ആയതാണെന്ന് തോന്നുന്നു. പക്ഷെ പ്ലെയിൻ ആക്കി ഇതിനകത്തിലൊന്നും ഇല്ല. എന്നാ കൊറേ പൈസയും ചെലവാക്കിയിട്ടുണ്ട്. വൻ സെറ്റ് പീസുകളൊക്കെ. പൈസ ഒട്ടും കുറച്ചിട്ടില്ല കേട്ടോ, നല്ല പൈസ ഇറക്കിയിട്ടുണ്ട്. ഭയങ്കര പ്രൊഡക്ഷൻ ഡിസൈൻ, ഒട്ടും ചീപ്പല്ല. പക്ഷെ ഇങ്ങനെ ഭയങ്കര ഹൈലി എക്സ്പെൻസീവ് ആഡ് ലുക്ക് വീടുകള് അങ്ങനെയാ ഇവൻച്വലി പൈസ സ്പെൻഡ് ചെയ്തിട്ട് കാണിച്ചു വെച്ചേക്കണത് ഇങ്ങനെ. മറ്റേ പ്ലെയിനിലെ ഫൈറ്റ് ഒക്കെ അടിപൊളി, അത്യാവശ്യം വൃത്തിക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ ലാസ്റ്റ് ബ്രാഡ് പിറ്റ് ആയിട്ടൊക്കെ വരുന്നത്. ഡ്രിപ്പ് ഉണ്ട്, ഭയങ്കര ഡ്രിപ്ഡ് ഔട്ട് ആയിട്ട്. അതെ, someone has to do something. ഇത് അങ്ങനെ ഇങ്ങനെ നടക്കും. എന്നിട്ട് പുള്ളിയുടെ പുതിയ ഐഡന്റിറ്റിന്റെ അർജുൻ. പുള്ളിയുടെ മെയിൻ പേര്, പുള്ളിയുടെ പേര് സീന അലൻ ജേക്കബ്. അലൻ ജേക്കബ് ഭയങ്കര കൊടൂര വില്ലനാണ് പേര്, അലൻ ജേക്കബ്. Who is going to take him seriously? അലൻ ജേക്കബ്. അതാ മറ്റേ വേട്ടക്കകത്തില് കുഞ്ചാക്കോന് മെൽവിന്ന് വരട്ടില്ലേ. It's like that all over again. Like, I cannot take somebody named Alan Jacob seriously. അയ്യോ, കട്ട് ത്രോട്ട് CIA ക്രിമിനൽ മൈ മാസ്റ്റർ മൈൻഡ്. Alan Jacob. We all know like an Alan Jacob. It's like the most silly person you've ever known. It's like Alan. It's just Alan. Alan Jacob. ശേ, കുറച്ചൊരു പവർ ആകാമായിരുന്നു. ഓസ്ലർ. നിങ്ങള് ഓസ്ലർ കണ്ടാണോ? FDFS പവർ. അതാ ഫുൾ ടൈം ഞാൻ വിചാരിച്ച് തിയേറ്ററിലെ ആൾക്കാർ ഭയങ്കര സൈലന്റ് ആയിട്ട് തിയേറ്റർ. ഞാനിങ്ങനെ മയങ്ങി വന്നപ്പോ പെട്ടെന്ന് മറ്റേ മമ്മൂട്ടി വന്നു വെച്ചാൽ മറ്റേ ഓക്കെ പിന്നെ ഓണായിരുന്നു. അത് ഞാൻ മിസ് ചെയ്തു. അത് സീനായിരുന്നു. അല്ല, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് അപ്പൊ അറിയില്ലായിരുന്നു, ജസ്റ്റ് റൂമർ മാത്രമല്ല, അത് പ്രൊമോട്ട് ചെയ്തില്ലായിരുന്നു. ലീക്ക് ആയില്ലായിരുന്നു പുള്ളി കാറിന്റെ അവിടെ കേൾക്കണത്, ഹെയർ സ്റ്റൈലൊക്കെ. ഇല്ല, അതാ പുള്ളി ഫസ്റ്റ് ഷോയ്ക്കാണ് ലീക്ക് ആയത്. ഇതൊന്നും പറഞ്ഞില്ല. ഇങ്ങനൊരു വിൽ ദേ വോണ്ട് ദേ. അപ്പൊ ഈ മിഥുൻ മാനുവലായോണ്ട് പോയി കണ്ടതാ. ജയറാം ഏതോ ഇന്റർവ്യൂവിന് പോയി പറഞ്ഞു ഒരാളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിള്ളേർ അങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഹിന്റുകള്, അല്ലാതെ ഇങ്ങനെ ഇതുപോലൊരു മറ്റേ വില്ലൻ പുള്ളിയാവും എന്നുള്ള സ്കീമിലൊന്നും പ്രൊമോട്ട് ചെയ്തില്ലായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ള രീതി ഫസ്റ്റ് ഹാഫൊക്കെ ആൾക്കാർ ഇങ്ങനെ മയങ്ങി ഒരനക്കമില്ല. ഡെഡ് സൈലൻസ് ഇൻ ദ തിയേറ്റർ. ജയറാം അത്രയും നേരം ഇരുന്ന് മുക്കി സൈലന്റ്. പുള്ളി ഇങ്ങനെ എനിക്ക് ഒരു മൂലയ്ക്ക് പോയിരിക്കും, ഇങ്ങനെ ടെൻഷൻ, ഡിപ്രഷൻ. പിന്നെ കിളിനൊക്കെയാണ് പുള്ളി ഒന്ന് ഓണായത്. ഇനി മമ്മൂട്ടി വന്നതിന്റെ ഒരു സന്തോഷം. ഓ ഫൈനലി അങ്ങനെ. പിന്നെ കുറച്ചേരം അങ്ങനെ അങ്ങ് പോയി. പിന്നെ ജയറാം ഇല്ലല്ലോ. ആക്ച്വലി ജയറാമിന് തിരിച്ചു വരാണെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ജയറാമിന് കുറച്ച് ക്യാരക്ടർ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഫാമിലി ഇല്ല, മറ്റേതാണ്, ഇങ്ങനെ പുള്ളി ഹാലുസിനേഷൻ മറന്നു ആൾക്കാർ. മമ്മൂട്ടി വന്ന പിന്നെ ആ ക്യാരക്ടർ മറന്നു പോവാ. അത് മമ്മൂട്ടി പടമല്ലേ? അല്ല, പക്ഷെ ഏത് ഈ കായംകുളം കൊച്ചുണ്ണിയിലെ സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അന്ന് പോസ്റ്റർ റിലീസിന് അന്ന് വൈകിട്ട് എറണാകുളത്ത് മറ്റേ മമ്മൂട്ടിയുടെ പോസ്റ്റർ അടിച്ചു തുടങ്ങിയ ആൾക്കാർ. പിന്നെ ഫുള്ള് മമ്മൂട്ടിയുടെ പോസ്റ്റേഴ്സ് ആയിരുന്നു ഇവിടെ എല്ലാം. മമ്മൂട്ടി വേഴ്സസ് ജയറാം. യു ക്യാൻ ഡു
ആരെ വെച്ചാലും കുഴപ്പമില്ല. മമ്മൂട്ടി വെച്ചാൽ മതി, ജഗദീഷും അങ്ങനെ ഇരുന്നോട്ടെ. അതാ പിന്നെ അതങ്ങനെ പിന്നെ ജഗദീഷ് വേഴ്സസ് മമ്മൂട്ടി, അതായി ആ സിനിമ. ഇയാള് കുറച്ച് സൈഡ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെ നോക്കുന്നു, അവസാനം മരിക്കുമ്പോഴും ജഗദീഷ് അതങ്ങനെ ഫൺ മൂവി. അത് അത്ര നേരം അത്ര ഫണ്ണല്ല അത് നമുക്ക്. പക്ഷെ കാണുമ്പോൾ മനസ്സിലാവും ഈ ടെക്നീഷ്യൻസ് ഇല്ലേ, ഈ തേനീശ് അത് ഷൂട്ട് ചെയ്ത മറ്റേ നൻപകൽ ഷൂട്ട് ചെയ്ത ഉള്ളിയാ, എഡിറ്റ് ചെയ്ത് നമ്മുടെ സ്വന്തം ഷമീർ മുഹമ്മദ്. അത്ര നേരം ചെറപറ വെട്ട്, മറ്റേ സീരിയലിൻ്റെ ഒക്കെ പോലത്തെ ലൈറ്റിങ്, ഫ്ലാറ്റായിട്ട് എല്ലാ സീനും വെച്ചേക്കുന്നു, ഒരു ഇതും ഇല്ല. മമ്മൂട്ടി പെട്ടെന്ന് ഫുള്ള് മാറി, ലൈറ്റിങ് മാറി, എഡിറ്റ് മാറി, മ്യൂസിക് ഓണായി. സൈജു കുറുപ്പും കൂടി ലാസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ കോഴിക്കോട് ട്രിപ്പ്, കോഴിക്കോട് മറ്റേ പിള്ളേർക്ക് എടുത്തില്ലേ മറ്റേ മലബാർ ബാങ്ക് ട്രിപ്പിൽ അത് ഇതിൻ്റെ അകത്തുള്ള സീനാണ്. മറ്റേ സൈജു കുറുപ്പിന്റെ റിവീലിന്റെ സീനൊക്കെ ചുമ്മാ ഒരു കണ്ടത്തിൽ നടക്കൊണ്ടൊരു വൈഡ് വെച്ചു, ജയറാമായ സൈഡിൽ അവരിവിടെ ഫോട്ടോ കാണിക്കുന്നത് ഇങ്ങനെ വെച്ചൊക്കെ പരിപാടി കഴിച്ചു. മമ്മൂട്ടിയുടെ അത് വന്നപ്പോഴത്തേക്കിനും മറ്റേ ഒരു റൂമുണ്ട്, റൂമിൻ്റെ മേളിലത്തെ ചില്ലിന്ന് ഇങ്ങനെ ഓരോരോ പാനലായിട്ട് ലൈറ്റ് വരുന്നു, ഇവിടെ ഇങ്ങനെ ഇത് ഇവരുടെ പൊസിഷൻ, ഇത് ഭയങ്കര ഫുൾ ആക്ച്വൽ പ്രോപ്പർ ഒരു സീൻ. അത്ര നേരം ഓക്കെ, ഇവിടെ ക്യാമറ ഇവിടെ കമോൺ എന്താന്ന് വെച്ചാൽ ചെയ്തു. ഷമീർ റോദ് ഇങ്ങനെ കണ്ണും പൂട്ടി ടക്ക് ടക്ക് സൈറസ് ഇത് വെട്ടുന്ന പോലെ. ഓ ലെറ്റ്സ് ഗോ ടു മാർക്കോ. ഇപ്പൊ 8 മണിയായി, 9 മണിയാകുമ്പം മാർക്കോയ്ക്ക് ഏജറിന് എവിടെ പോണം? ബാംഗ്ലൂർ പോണം. മാർക്കോ കമോൺ, അടിപൊളി. ഫൈനലി സം ഗുഡ് സിനിമ, റിയൽ ഹനീഫദീനി മൂവി. കൊള്ളാം. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ വാച്ചിങ് മാർക്കോ. എനിക്ക് പക്ഷെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ലായിരുന്നോ? That's true. കാരണം ആ ആദ്യത്തെ തവണ മറ്റേ ഹോം ഇൻവേഷൻ സീൻ കാണുമ്പോൾ ഭയങ്കരമായിട്ട്, കാരണം എനിക്ക് ഈ രണ്ടാമത്തെ തവണ കണ്ടപ്പോഴാണ് ആ ക്ലൈമാക്സ് ഫൈറ്റ് എൻജോയ് ചെയ്യാനെങ്കിലും പറ്റിയത്. മറ്റേ ആദ്യത്തെ തവണ കാണുമ്പോൾ ഇങ്ങനെ മുഷിഞ്ഞു നമ്മള്. 15 minutes സ്ട്രേറ്റ് ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കും. ഇറ്റ്സ് നോട്ട്. പക്ഷേ ഈ വേഴ്സ്റ്റ് പാർട്ട് ഇസ് ലൈക്ക് ഇറ്റ് മേക്സ് സെൻസ് ഓൾസോ. വൈ ഇറ്റ്സ് ലൈക്ക് ദാറ്റ് നാച്ചുറൽ പ്രോഗ്രഷൻ. അതങ്ങനെ പോവുള്ളൂ ആ കഥ, അവരതേ ചെയ്യുള്ളൂ. മാർക്കോ എന്ത് ഇതാണ് ഈ ഫൈനലി ഇത് ഈ എന്താ പറയുക, മലയാള സിനിമ കുറച്ചൊരു ചത്ത അവസ്ഥയിലായിരുന്നു ഇരുന്നത്. ഈ പറഞ്ഞ നല്ല കിഷ്കിന്ത കണ്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ത്രില്ലർ. ലൈക്ക് വിവ് ഹാഡ് ത്രില്ലേഴ്സ്, വിവ് സീൻ ത്രില്ലേഴ്സ്. ഈ പറഞ്ഞാൽ ഇപ്പൊ ഗുരുവായൂരാണല്ലോ, ഗുരുവായൂർ ഐ ഡോണ്ട് ലൈക്ക്, അത് വേണ്ട, വേറെ ഏതാ ഇപ്പം പൊതുവേ ഇപ്പൊ ഈ പ്രേമിലാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് റോം കോം. ഇറ്റ്സ് അങ്ങനെ ഒരു മറ്റേ ഫുൾ അടപടലം മാറ്റുന്ന ഒരു ഐറ്റം അങ്ങനെയല്ലല്ലോ. ബട്ട് ദെൻ കെയിം മാർക്കോ. ഇത് ഇതുവരെ ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ എങ്ങും കാണാത്ത ഇതുവരെ ഇല്ല. ഇറ്റ്സ് എ ഗ്രൈൻഡ് ഹൗസ് ഫിലിം, ഇറ്റ്സ് എക്സ്പ്ലോയിറ്റേഷൻ ഫിലിം, അല്ലെ മിഡ് നൈറ്റ് സിനിമ എന്നൊക്കെ പറയില്ലേ. അതെ, ടാരന്റീനോ മറ്റേ ഡെത്ത് പ്രൂഫ് ഉണ്ടാക്കിയത് വാസ് ലൈക്ക് എ ലവ് ലെറ്റർ ടു ഗ്രൈൻഡ് ഹൗസ് സിനിമ. അതാണ് ആണെങ്കിൽ ഗ്രൈൻഡ് ഹൗസ് സിനിമ വരുമ്പോഴത്തേക്കിന് കഥാ ക്യാരക്ടേഴ്സ് അതിനല്ല. ഇറ്റ്സ് മോർ ലൈക്ക് ഇൻഡൽജിങ് ഓൺ ദ ലൈക്ക് വടവർ ഡിപ്രൈവിറ്റി യു വാണ്ട് ടു സീ ഓൺ സ്ക്രീൻ. അത് ഈ നമ്മുടെ ഈ കോമഡി ഫിലിമിൽ കഥയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കോമഡി ഉണ്ടെങ്കിൽ കണ്ടിരിക്കാം. അതിൻ്റെ ഫ്ലിപ്പ് കഥയും മറ്റൊന്നും വേണമെന്നില്ല, കുറച്ച് ഇത് ഇങ്ങനെ സെറ്റ് പീസസ് ഉണ്ടെങ്കിൽ കണ്ടിരിക്കാം. അതല്ല ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ കണ്ടില്ലേ. ഇപ്പോൾ ഈ സ്ലാഷർ ഫിലിമിലൊക്കെ എവരി സ്ലാഷർ ഫിലിം ഹാസ് ദ സെയിം സ്റ്റോറി. അപ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, അതാണ് എല്ലാവരും എടുത്ത് ചെയ്യുന്നത്. ഒരു ഓപ്പണിംഗ് കില്ലുണ്ട്, പിന്നെ ഇങ്ങനെ ഫൈനൽ ഗേൾ, ഇങ്ങനെ വേറെ ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതും ഫ്രം ദ ഗെറ്റ് ഗോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മെയിൻ എൻജോയ്മെന്റ് ഫാക്ടർ വരുന്നത് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് കണ്ടപ്പോഴായിരുന്നു ക്ലിക്കാവണത്. എന്നുവെച്ചാൽ നോ ടൈം വേസ്റ്റഡ് ഫോർ നത്തിങ്. ഈ ഇൻഡൾജൻസ് ഒരു മറ്റേ മോണ്ടാജ് ഇല്ലേ, ലൈക്ക് ഒരു മറ്റേ പാട്ട് സീനാണ് തോന്നുന്നത്. ഒരു സെക്കൻഡിൽ 6 ഷോട്ട് കഴിഞ്ഞു പോകും. നീ പറഞ്ഞ മറ്റേ ഇങ്ങനെ ചുമ്മാ ഒരു എഡിറ്റ് പാറ്റേൺ വെച്ചു, എന്നിട്ട് പാട്ട് എങ്ങനെയാണ് ആയിക്കോട്ടെ 4 ഫ്രെയിം ഓരോ ഷോട്ടും വെച്ചിട്ടുണ്ട്, കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. പാട്ടെന്താന്ന് വെച്ചോട്ടെ എനിക്കറിയണ്ട, എനിക്ക് അതൊരു ആക്ച്വലി ഒരു ബ്രീതർ പോലെയാണ് ആ പാട്ടോടെ വെച്ചേക്കുന്നത്. ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞ സാധനം ആ പടത്തിലില്ല. മറ്റേ മാർക്കോന്റെ ഫിയാൻസെ വരുമ്പോ എല്ലാരും പക്ഷെ പുള്ളിക്കാരി കൊറേ വന്നിട്ടുണ്ട്. ഞാൻ രണ്ടാമത് കണ്ടപ്പോഴേ ശ്രദ്ധിച്ച മറ്റേ പാട്ടിലേക്ക് ഇഷ്ടം പോലെ കാണിക്കുന്നുണ്ട്. ഇവള് ഡിസ്റ്റന്റ് ആവണതും മാർക്കോ ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് വിക്ടറിന്റെ കാര്യമൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കണതൊക്കെ.
പക്ഷെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കണല്ലോ, പടം ഇങ്ങനെ ആ പേസിലാ പോണത്. അതാ ദ മൂവി ഹാസ് അതിന്റെ പ്രയോറിറ്റീസ് കറക്റ്റ് വ്യക്തമായിട്ട് അറിയാം ഇവർക്കും. ഇറ്റ്സ് ഫൺ. ലൈക്ക് ഇടക്കിടക്ക് ഇങ്ങനെ സിനിമ വേണം മൊത്തത്തിലൊന്ന് പിടിച്ചു വലിക്കുന്നത്. ഇതിപ്പോ ഉണ്ണിവന്തനായി പോയതുകൊണ്ട് ഐ ഡോണ്ട് മൈൻഡ്. ഇത് എന്താ പറയുക, മറ്റേ പുള്ളിയുടെ മറ്റേ സ്ഥിരം മറ്റേ സംഭവങ്ങൾ, മറ്റേ ഈ സമാജം ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ലൈക്ക് പ്യൂർലി പുള്ളിയുടെ സ്വന്തമായിട്ടാണ്. ഇതാ മറ്റേ ഈ സിനിമ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് തീരുമാനിച്ച ആൾക്കാർ ഇറങ്ങിയാൽ അപ്കമിങ് ഫിലിം അത് റിലീസായോ? ഇന്ന് റിലീസായല്ലേ? കഴിഞ്ഞ ആഴ്ച. അതാണ് ഈ പറയുന്നത്. മറ്റേ ഈ റൈഫിൾ ക്ലബ്ബ് എനിക്ക് ചെറുതായിട്ട് അങ്ങനെ അത്ര ഇഷ്ടപ്പെടാൻ, അത് നനഞ്ഞുടക്കമായി പോയതിന്റെ കാരണം ആഷിക് കപൂർ ബിസിനസ്. ഇത്ര പൈസ വെച്ചാൽ നമുക്ക് ഇത്ര ഇത് കിട്ടും, ഇത്ര തിയേറ്റർ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, പിന്നെ ഇവരെ പേടിപ്പിക്കാൻ പറ്റില്ല, ഇവരെ വെറുപ്പിക്കാൻ പറ്റില്ല, ഇങ്ങനെ വെച്ച് ഈ മതിലിന്റെ അകത്ത് ഇയാൾ പടം ഉണ്ടാക്കുന്നുണ്ട്. അതങ്ങനെ നനഞ്ഞു പോയതും ഒന്നുമില്ല. ലൈക്ക് പക്കൻ എനിക്ക് ഈ ഉണ്ണിമൂന്ന് സൂപ്പർ സ്റ്റാർ ആവണം, എനിക്ക് ബോസൻകോടെ വിഷമെല്ലാം തീർക്കണം. ഷെരീഫ് മുഹമ്മദ് ജസ്റ്റ് വാണ്ട്സ് ടു മേക്ക് എ ഫൺ. ഹി ജസ്റ്റ് വാണ്ട് എവരിവൺ ടു ഹാവ് എ ഗുഡ് ടൈം. ഷെരീഫ് മുഹമ്മദ് കോർപ്പറേറ്റ് ഉണ്ടായിരുന്നു ഫുൾ പവർ. അയ്യോ, ഇതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ എന്ത് സീൻസ് ആണ്. മറ്റേ പോസ്റ്റല്ലേ മാർക്കോ ഡിഫൻഡർ, ഇയാൾ ഈ കോർപ്പറേറ്റ് കൊണ്ടുവരണമെന്ന് പറയെങ്കിലും ഹീസ് doing like the opposite of it. This is like the least corporate movie ever. ഇത് ഫോക്കസ് ടെസ്റ്റിംഗ് ഇല്ല, ഒന്നും ഇല്ല, just by feel. ഇതെന്ത് ധൈര്യത്തിൽ അതാണ്. that is why I really like, you have to admire. ഇത് ഹിറ്റ് ആവുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. ഇത് ഡിപ്രൈവിറ്റി ആണ്. സൈറസ് വന്നു കഴിഞ്ഞാൽ പിന്നെ സൈറസ് വന്നു കഴിയുമ്പോഴത്തേക്കും മറ്റേ ഷമ്മി തിലകന്റെ മുന്നേ ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് ഡീജനറേറ്റ് ആവാൻ. അത്ര നേരം ജസ്റ്റ് ആവശ്യത്തിനാണ് വെട്ടും കുത്തൊക്കെ. ഇത് പിന്നെ പുള്ളി അങ്ങ് ഓക്കെ ടൈം ടു വൈൽഡ് ഔട്ട് നേരെ വരുന്നു. ഔട്ട് ഓഫ് നോവെയർ ഒന്നും മിണ്ടാത്ത ഈ മറ്റേ റസൽ എന്നല്ല അവന്റെ ഒന്നും മിണ്ടല്ലോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഷോട്ട് സൈറസ് വന്നിട്ട് അടുത്ത ഷോട്ടിൽ ഒരു കൊച്ചിനുണ്ടപ്പോ ഐ ആം ഗോണ എൻജോയ് കില്ലിങ്. സൈറസും വന്നിട്ട് വേറെ സംസാരമൊന്നുമില്ല. മറ്റേ ഫോട്ടോ കാണുന്നു, ഡ്രിപ്പ് ഡൗൺ ജഗദീഷ് എന്നിട്ട് ചോദിക്കും അവന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ഒരു കൊച്ചുണ്ട്, പിന്നെ പിന്നെ ഒരു കുഞ്ഞ്. വീണ്ടത് കയറിയിട്ട് ഓപ്പൺ വേൾഡ് ഗെയിമിൽ നമ്മൾ മനുഷ്യന്മാരുണ്ടോ കൊല്ല റെഡ് മറ്റേ വിഷയല്ലേ വീട്ടിൽ കയറത്താണ്, വീട്ടിൽ കയറി കത്തിച്ച്. ഇത് ഈ ഒരു ലൈക്ക് ഞാൻ ലൈക്ക് വെൻ ഐ വാസ് ലൈക്ക് എ ടീനേജർ ആ സമയം പോലെ എനിക്ക് ഐ വാണ്ടഡ് ലൈക്ക് ഫിലിംസ് ലൈക്ക് ദിസ് ഇൻ മലയാളം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബാക്കി എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ എക്സ്പ്ലോയിറ്റേഷൻ, ഗ്രൈൻഡ് ഹൗസ്, ഈ പറയുന്ന മറ്റേ ദ മൂവി ഫോർ ദ ഡിപ്രൈവ്ഡ്, മൂവി ഫോർ ദ ലൂസേഴ്സ്, മറ്റേ കൊള്ളരുതാത്തവരുടെ സിനിമയിലും. ഫൈനലി ഹനീഫ് അദേനി ഗേവ് മീ ദാറ്റ്. ഐ എം വെരി വെരി ഹാപ്പി. കാരണം ഇന്നലെ അതും സ്പിൻ ഓഫ് ഓഫ് മിഖായേൽ, ദാറ്റ്സ് ഓൾസോ സ്പെഷ്യൽ, മെന്റ് ടു ബി. അതാണ്, ഇഫ് ദ സിനിമ ഈസ് ലൈക്ക് പ്യുവർ, ഇറ്റ് ഈസ് മെന്റ് ടു ബി. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇന്നലെ തന്നെ ലൈക്ക് നമ്മളെല്ലാം പോയി ലൈക്ക് when was the last time we had that much fun like watching a movie? Bosenko. Yeah, that's true. ഇത്രയും നമ്മളെത്ര 1 2 3 4 5 പേരാ. നമ്മൾ 5 പേര്, 2 പേര് ഓൾറെഡി കണ്ടതുമായിരുന്നു. എന്നിട്ടും ലോട്ട് ഓഫ് ഫൺ. അപ്പൊ ഇതുപോലെ ഇവൻ റസലിന്റെ ക്യാരക്ടർ അടിപൊളിയാ. മറ്റേ ഫൈറ്റിങ്ങിന്റെ ഇത് കഴിഞ്ഞിട്ട് ഇവനോട് ചോദിക്കത്തില്ല മാർക്ക് മിണ്ടരുത്. വെരി അത് അറിഞ്ഞോ അറിയാതെയുള്ള ആ ഒരു സെൽഫ് അവയർനെസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതാ ദാറ്റ്സ് വൈ ലൈക്ക് മറ്റേ ടോണിയുടെ ക്യാരക്ടർ ഓൾസോ ജഗദീഷ് അടിപൊളിയായിട്ട് എനിക്ക് വർക്കായി. എനിക്ക് ശരിക്കും വർക്കായി ഉള്ളിയുടെ ക്യാരക്ടർ. ബിക്കോസ് ആ ഒരു കുറച്ചൊരു ഗൂഫിനെസ് വേണം അവിടെ. അറിഞ്ഞോ അറിയാതെയോ വന്ന ഒരു ഗൂഫിനെസ് ഈസ് നീഡഡ്. സിബ് അടിച്ചിട്ട് നേരെ വേറെ തോക്കെടുത്തും കഴിഞ്ഞു. ഉള്ളിയുടെ ഇൻട്രോ ഷോട്ട് എനിക്ക് ഐ റിയലി ലൈക്ക് ചെയ്തു. മറ്റേ പുകയിൽ ഇങ്ങനെ സിഗരറ്റ് ഹോൾഡർ. വെരി റോക്ക് സ്റ്റാറിഷ് ആണ് ഗെയിം. പക്ഷേ പടം റോക്ക് സ്റ്റാർ ഗെയിംസിന്റെ ഒരു സാധനമാണ്. ലൈക്ക് അവിടെ ഇവിടെ വൈസ് സിറ്റിയിലെ സാധനം മറ്റേ സ്കാർഫേസിന്റെ പറ്റും, മനസ്സിലായില്ലേ? മറ്റേ ചെയിൻസോടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓൾസോ മറ്റേ വീഡിയോ ഗെയിം, വെരി വെരി വീഡിയോ ഗെയിം സാധനം. വൈസ് സിറ്റിയുടെ മറ്റേ ബോസ് ഒക്കെ ഉണ്ടല്ലോ, അയാൾ ഇങ്ങനെ ഇയാസല്ല ആദ്യം കാണിക്കണം. വൈസ് സിറ്റിയിൽ ബോസ് ഉണ്ട് ആദ്യം കാണിക്കണം. മറ്റേ ഇവനെ വിടണ ആള്.
അപ്പൊ ആൾക്കാർ ഈ പറഞ്ഞ KGF എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് KGF. വേറൊരു അത് എനിക്ക് ആദ്യം കണ്ടപ്പോ അങ്ങനെ തോന്നിയായിരുന്നു. കാരണം ഈ ഡയലോഗ് ഡെലിവറി ഒക്കെ ആദ്യമായിട്ട് കേൾക്കുമ്പോഴേ വിഷ്വൽ എനിക്ക് ആകെ മറ്റേ ആ ട്രെയിലറിലും കാണിച്ച ചെയിൻസോ പിടിച്ചിട്ട് ഇന്റർവെൽ ബ്ലോക്കിന് ഒരു ഫ്രെയിം വെക്കില്ലേ, അതും ഏതോ ഗെയിമിൽ നിന്നാണെന്നൊക്കെ ഗൗതം എന്നോട് പറഞ്ഞിരുന്നില്ലേ. പിന്നെ ജനറലി എനിക്ക് ആദ്യം മാർക്കോടെ ഫസ്റ്റ് ടീസർ കണ്ടപ്പോഴേ എനിക്ക് ഐ തോട്ട് ഓഫ് ലൈക്ക് മാക്സ് പെയിൻ ഇൻ ലൈക്ക് മഴയത്തുള്ള ഹിറ്റ്മാന്റെ ഏതെങ്കിലും മിഷൻ അങ്ങനെ എന്തെങ്കിലും. KGF എനിക്ക് സെക്കൻഡ് ടൈമും കണ്ടപ്പോഴാ KGF ഹൂക്കും കൂടെ കേട്ടപ്പോ അതാണ് ലൈക്ക് നോ ടൈം വേസ്റ്റഡ്, സ്ട്രേറ്റ് ടു ദ പോയിന്റ്. വണ്ടി കടന്ന് കുലുങ്ങുന്നു. ആ വണ്ടി കുലുങ്ങുന്നത് ബോസൻകോയിലുണ്ട്. അതൊരു ബോസൻകോയിലുണ്ട്. ആ ഈ വില്ലന്റെ എൻട്രി പുള്ളി ഒരു സൈഡിൽ നിന്ന് കേറും, വണ്ടി കുലുങ്ങാൻ തുടങ്ങും, എന്നിട്ട് ആ ഷോട്ട് തന്നെ പിന്നെയും കാണിക്കും അകത്തെന്താ നടന്നത്. ഇത് ഉണ്ണി പോകുന്ന നീ പറഞ്ഞ ആദ്യം പട്ടിയെ വലിച്ചു കീറുന്നു, എന്നിട്ട് ആദ്യം ഉണ്ണി പോകുന്ന മുഖം കാണിക്കുന്ന പഞ്ചിങ് ഫുൾ ഇട്ടിട്ട് ഫുൾ ചോര ഫുൾ റെഡ്. എന്നിട്ട് ഇറങ്ങി വരുന്നു, വാള് വെക്കുന്നു. സോറി ബ്രോസ്, ലുക്ക് വാട്ട് യു മേഡ് മീ ഡു. ഐ ആം എ ഡോഗ് ലവർ. ഐ ഹാവ് എ ഹസ്കി. ഹിസ് നെയിം ഈസ് റോക്കി. കണ്ടാ സീക്വൻസിന്റെ അവസാനം ഒരു പ്രാവം വന്നിരിക്കും. ഐ ലവ് ദ ഐറണി ഓഫ് ദാറ്റ് ഷോട്ട്. സമാധാനത്തിന്റെ മാടപ്രാവ് മാർക്കോടെ തോളില്. അവിടെ എവിടുന്ന് കറ്റാനൊക്കെ ഉണ്ട് അതിനകത്ത്. അത് കറ്റാന ഫൈറ്റ് കഴിഞ്ഞിട്ടാണ് വെട്ടുന്നുണ്ട് ആദ്യമൊക്കെ. എൻഡിങ് ആകുമ്പോ പിന്നെ ആ കറ്റാൻ എടുത്ത്. എനിക്കൊന്ന് ആദ്യത്തെ ഷോട്ട് മറ്റേ വാച്ച് ഒരു വെട്ടിയെടുക്കണ കയ്യില് കാണിക്കും. അത് കറ്റാന ഏതോ ആരുടെയോ ഒരു കൈ. അങ്ങനത്തെ കുറെ ആരൊക്കെയോനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കണ്ട്. ഇപ്പൊ ഈ ആരുടെയോ കൈ ഇങ്ങനെ വെട്ടിയിട്ടേക്കണു. പിന്നെ മറ്റേ സൈറസ് ചോപ്പ് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളെ അയാളെ കാണിക്കണ്ട, അയാൾ ആരാ. പിന്നെ മറ്റേ തലയില്ലേ മാർക്കോ ക്ലൈമാക്സിൽ കൈയും. അല്ല പക്ഷെ ആ തല എറിയുമ്പോഴാ സൈറസിന്, അതുവരെ സൈറസിന് ഒരു കുഴപ്പമില്ല. ഇനി അത് മറ്റേ കട്ടില് പോയതോ വല്ലോണോ. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ അതിന്റെ പ്രോപ്സിന്റെ ഉള്ള ഇന്റർവ്യൂ കണ്ടപ്പോ മറ്റേ സൈറസിനെ പെട്ടെന്ന് കൊന്നു എന്ന് പറഞ്ഞില്ല. തല വെട്ടിക്കഴിഞ്ഞിട്ട് മാർക്കോ വന്ന തല തല്ലി ഈസ് ലൈക്ക് ഈ ലൈക്ക് ഡിസ്ട്രോയ്സ് ദാറ്റ് ഹെഡ്. എന്നിട്ട് തലച്ചൊക്കെ പുറത്ത് വരും. അതാണ് അവര് എടുത്തു കളഞ്ഞത്. ഒറ്റിട്ട് വരുമ്പോ ഉണ്ടാവുന്ന പറഞ്ഞു. ഐ മീൻ ഹീസ് ഓൾറെഡി ഡെഡ്. ലൈക്ക് എന്തിനാണ് അല്ല ജീവനോടാണെങ്കിലൊക്കെ മേക്ക് സെൻസ്. ഈ അതുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ എനിക്ക് ആദ്യം റോങ് ലൈക്ക് ഓഫ് അടിച്ച മെയിൻ ഇതെന്ന് വെച്ചാൽ മറ്റേ RDXന്റെ എപ്പിസോഡ് നമ്മൾ ഇട്ടില്ലായിരുന്നല്ലേ. RDXന്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഈ വില്ലന്മാരെ കാണിക്കുന്ന ബ്രൂട്ടാലിറ്റി എന്താ ഹീറോ കാണിക്കത്തില്ല. പക്ഷെ ആ ബ്രൂട്ടാലിറ്റി കാണിക്കുമ്പോൾ ജനറേറ്റ് ചെയ്യണ ദേഷ്യമാണല്ലോ നമുക്ക് വില്ലന്മാരോട് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഹീറോ തിരിച്ചിടിക്കണം എന്നുള്ള ഒരു സാധനം വേണ്ടത്. അത് കണ്ണൂർ സ്ക്വാഡിലും ഇല്ലായിരുന്നു. അല്ല കണ്ണൂർ സ്ക്വാഡിലും RDXലും ഇങ്ങനെ വില്ലന്മാരെ ഇങ്ങനെ ഭയങ്കര ഇന്റൻസ് ആയിട്ട് കാണിക്കും. പക്ഷെ ഹീറോ ഇങ്ങനെ ഇടിക്കുമ്പോൾ നമുക്ക് എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ തോന്നാറില്ല. ആ വില്ലന്മാരോട് തോന്നുന്ന ദേഷ്യം. ഈ മാർക്കോലി ശരിക്കും പറഞ്ഞാൽ പുള്ളി നല്ല ആവണമെന്നൊന്നുമില്ലല്ലോ. ഹീൽ ഡു ദ സെയിം തിങ്. പക്ഷെ അത് കാണിക്കണല്ലോ. ആകെ മറ്റേ കൈ കീറണ മാത്രം കാണിച്ചു. മറ്റെന്താ ചുമ്മാ തല കെട്ടിയിട്ട് അതെപ്പോഴും കാണുന്നത്. ദാറ്റ്സ് ലൈക്ക് മിനിമം റിക്വയർമെന്റ് ഫോർ കില്ലിങ് സംവൺ. മിനിമം തലെങ്കിലും വെട്ടിക്കളയതില്. അതാ അവിടെ വന്നപ്പോഴത്തേക്കിന് അങ്ങനെ ഈ പറഞ്ഞാൽ ഇവന്റെ തല വെട്ടിയിട്ട് ഡിസ്ഫിഗർ ദ സെവേർഡ് ഹെഡ് ഓൾസോ ദാറ്റ് ഡസന്റ് മീൻ എനിത്തിങ്. അതുകൊണ്ട് എനിക്ക് ആ പടം ആദ്യമായിട്ട് കണ്ടപ്പോ ഭയങ്കരമായിട്ട് വിപ്ലാഷ് അടിച്ചു പോലെ. കാരണം 15 മിനിറ്റ് ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ജസ്റ്റ് മുടിയെട്ടി അത് കൊള്ളാം. ഫുൾ ഫാമിലി ഡെഡ്. വൺ ചൈൽഡ് ലൈക്ക് തലയില്ല മുകളില്. ഇവിടെ അതാ ആ കൊച്ചു തൂങ്ങിയിരിക്കുന്ന കൊച്ചിനെ ഇറക്കി അതവിടെ തന്നെ ഉണ്ട്. ചിന്തിക്കട്ടെ, കരയില് അങ്ങനത്തെ സാധനമില്ല. ഈ അഡോപ്റ്റഡ് സണ്ണ് കുളിക്കാൻ പോയി അന്ന് അതേ അപ്പനിരിപ്പുണ്ട്. സിദ്ദിഖിന്റെ ജീവൻ This is why I cannot be like mad at the movie. It's like too silly to take it like seriously. It's just fun.
ജസ്റ്റ് ടു മച്ച് ഫൺ. എനിക്ക് അത് രണ്ടുമാണ് കണ്ടു വന്നത് മനസ്സിലാക്കാനായിട്ട്. മറ്റേ ഇതില്ലേ ഇറ്റ്സ് ഓൾവേസ് സണ്ണി ഇൻ ഫിലാഡൽഫിയയിലൊക്കെ അവര് കാണിക്കുന്ന കുറച്ച് വെയിലത്തരങ്ങൾ ആ ഒരു സെയിം ജോണിലേക്ക് അതാ ആ ഒരു മൂഡിലാണ് ഫസ്റ്റ് ഹാഫ് ഒക്കെ ഇരുന്ന്. ശരിയാ, നല്ല സിദ്ദിഖ് പറയുന്ന എല്ലാ പഞ്ചിലും ഡയലോഗും തിരിച്ച് കുണ്ടിയിലടിച്ച് കിട്ടും. മറ്റേ റാംപേജിലൊക്കെ പോവല്ലോ, റോഡിൽ നടക്കണ എല്ലാത്തിനും. മറ്റേ ഡെഡല്ലേ അത് മറ്റേ വൈസ് സിറ്റിയില് നമ്മൾ ഇങ്ങനെ മിഷൻ കഴിഞ്ഞിട്ട് അല്ല ഈ പുള്ളി നോ എഫേർട്സ് വിൻഡോ താത്തൊന്നും വെടിവെക്കുന്നു, ഫസ്റ്റിലേക്ക് ഉണ്ട് നെക്സ്റ്റ്. പിന്നെ പുള്ളിയാണ് ഇങ്ങനെ ഒരു ആർട്ട് ഫോം ആയിട്ട് ആൾക്കാരെ കൊല്ലണം. മറ്റേ താരിക്കിനൊക്കെ ഐസിന്റെ മുകളിലോട്ട് കൊല്ലും. മറ്റേ ഇത് മറ്റേ സ്റ്റെപ്പിന്റെ അടി ഇരുന്ന് മേളിലോട്ട് വെടി വെക്കുന്നു, കുത്തുന്നു. ആകെ ഗ്ലിംസ് അത്രയും മാർക്കോ അത്രയും ക്രിയേറ്റീവ് ആയത് ജഗദീഷിനെ വല്ലാനായിരുന്നു. മറ്റേ ബാക്കപ്പ് ആഫ്റ്റർ ബാക്കപ്പ് ആഫ്റ്റർ ബാക്കപ്പ്. അവിടെ എത്ര ബാക്കപ്പ്, ഒന്ന് മറ്റേ ആസിഡ്, ഒന്ന് തോക്ക് വേറൊന്ന്, മറ്റേ ഹാങ്ങിങ് ഒന്ന്, ബോംബ് വേറെ, 4 എണ്ണമാണ് സെറ്റ് ചെയ്ത് വെച്ചത്. ഇൻ കേസ് ഇവൻ കെമിസ്റ്റ് ആണല്ലോ, അതിന്റെ മുകളിൽ പുള്ളിനെ കെട്ടിയിട്ട് അതിൽ ആക്ച്വലി കുറച്ച് സീരിയസ് സംഭവമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഇന്ന തലയിൽ ഒരു ഡ്രോപ്പ് ആസിഡ് വീഴുന്നില്ലേ, അത് ആക്ച്വലി ഒരു പ്രോപ്പർ ദാറ്റ്സ് ലൈക്ക് എ റിയൽ മൊമെന്റ് ഓഫ് ലൈക്ക് വയലൻസ്. അത് അത്ര ഗൂഫി ആയിട്ട് തോന്നുന്നില്ല, അത് കുറച്ച് ഫീൽ ആയി. അത് ഹിറ്റ് ചെയ്യും എല്ലാവരുടെയും. അതാണ് ലൈക്ക് ജീനിയസ് ഉണ്ട് ഇടക്കിടക്ക്, വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കറക്റ്റ് ആയിട്ട്, പക്ഷെ വേണ്ട. ഈവൻ ആ മറ്റേ സ്റ്റെയർ കേസ് ഫൈറ്റ് തുടങ്ങണ ഇച്ചിരി വിയേർഡായിട്ടല്ലേ, എന്ന് വെച്ചാൽ പുള്ളി ഇരുട്ടിലേക്ക് വന്നിട്ട് അതെ ഈ പുള്ളി മീശ വന്നതിലൊക്കെ പോലെ പുള്ളി തിരിച്ച് പുറത്തേക്ക് വരും. എന്നിട്ട് ഇങ്ങനെ നോക്കും അടുത്ത സീൻ, അത് പിന്നെ പുള്ളി ബിൽഡിംഗിലേക്ക് ഒന്നുമില്ല, സ്ട്രേറ്റ് ടു ഇടി. സംസാരമില്ല, ഇടിയാണ് മേളിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ദാറ്റ് സീൻ ഗോസ് നോവെയർ. അതിന് മുന്നത്തെ ചെയിൻസ് ഓഫ് ഫൈറ്റ് എവിടെയാണോ തീർന്നത് അവിടെ തന്നെയാണ് ഈ കോറിഡോർ ഫൈറ്റും തീർന്നത്. വി ഹാവ് യുവർ പ്രഗ്നന്റ് മറ്റേ അനിയന്റെ ഭാര്യ, രണ്ടിതും തീർന്നത് ആ ഇൻഫർമേഷൻ ഇല്ല. അത് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് പൊളിയും. ആദ്യം എന്തോ ക്ലിക്ക് ആയില്ല, അതാ പറഞ്ഞ ഐ അപ്രീഷിയേറ്റ് യുവർ വാലർ ബട്ട് ഐ ആം സോറി അബൌട്ട് യുവർ ബ്രെയിൻ. രണ്ടോട് പറയണോ മനസ്സിലാണെങ്കിൽ. കുളിച്ച് ഡിഫൻഡറിൽ കയറി പട്ടിന്റെ പട്ടിയാണ് GPS. ആ പട്ടി, ഞാൻ വിചാരിച്ചു പട്ടി അവിടെ എന്തെങ്കിലുമൊക്കെ ഫൺ കാണിക്കായിരിക്കുന്നു. പട്ടി ജസ്റ്റ് ഹാങ്ങിങ് ഔട്ട്. അതാ ഈ പടം ഭയങ്കര പേഴ്സണലാ എല്ലാവർക്കും. ഷെരീഫ് മുഹമ്മദിന്റെ ഡിഫൻഡർ, പുള്ളിയുടെ മോള്, ഉണ്ണിമൂന്നന്റെ പട്ടി, മറ്റേ യൂട്യൂബർ എല്ലാം ഉണ്ട്. ഇത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു, കാരണം ഇതിനകത്ത് ഉണ്ണിമൂന്നന്റെ പഞ്ച് ഡയലോഗ് എല്ലാം പുള്ളി മറ്റേ ക്യാമറയെ നോക്കിയാ പറയുന്നത്. പുള്ളി ക്യാരക്ടേഴ്സിനെ നോക്കിയല്ല പറയുന്നത്, ശ്രദ്ധിച്ചാൽ മതി. എല്ലാം ഞാൻ വന്നു പോലെ തുടങ്ങിയതാ ചെന്നായികളെല്ലാം, അതെല്ലാം നേരെ ഓഡിയൻസിനെ നോക്കി ഇതെല്ലാം ഫ്രെയിം ചെയ്തേക്കുന്ന അങ്ങനെയാണ്. വെരി പേഴ്സണൽ ഫിലിം. യൂട്യൂബർ ആണല്ലേ, ഏതോ കൊണ്ടുപോയി. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് തുടങ്ങുമ്പോഴും പുള്ളിയായിട്ട് സ്പീഡ് റൺ ഗ്ലിച്ചൊക്കെ ചെയ്തിട്ടല്ലേ ആദ്യം തന്നെ എല്ലാവരും വെള്ളം ചവിട്ടി മറ്റേ മിനി കണ്ണെടുത്ത് എല്ലാവരും റാൻഡംലി സാധനം കിട്ടും പെട്ടെന്ന് തന്നെ. അതാ ഡ്രോപ്പ് ഇട്ട് കൊടുക്കും പുള്ളി. അപ്പത്തെ സൈറസ് ഞെട്ടും. സൈറസ് ഓടി ആസിഡിന്റെ അവിടെ ചെന്ന് ഇപ്പൊ ഇടും അടുത്ത പുള്ളി കുട്ടികളെ കൊണ്ടുവരുന്നത് ഇങ്ങനെ നമ്മള് മീനൊക്കെ ഓക്കെ, അതൊക്കെ എല്ലാം പോട്ടെ. ഈ ആസിഡ് ആദ്യത്തെ സീനില് മറ്റേ അനിയനെ കൊല്ലുമ്പോ ഒരു വാറ്റിന്റെ അകത്ത് വെച്ചാണ് കവർ ചെയ്യാണ്ട് ഇവന് ഒന്നും ഈ വലിയ കെമിസ്റ്റ്, അമേരിക്കയിൽ പോയി സയൻസ് പഠിച്ച കെമിസ്റ്റ് എടുത്തെറിഞ്ഞു കൈ പൊള്ളും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഫാക്ടറിയിൽ ഫൗണ്ടനാ. ഇടയ്ക്ക് ഏതോ ഇങ്ങനെ ഇത് സീനും ഉണ്ട്. ഇങ്ങനെ ഇവൻ മറ്റേ കൊന്ന കാര്യം പറയുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഈ ആ സീൻ ഞാൻ മറന്നുപോയി. എന്താ ടോണിയും ഇവനോട് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കിന് ഈ റസലിന്റെ എന്തോ സീനാണ്. റസലിന് റിയലൈസേഷൻ വരും, പക്ഷേ ആസിഡ് വെച്ച് കളയണ്ടായിരുന്നു, എവിടെയെങ്കിലും കൊണ്ടുപോയി മറ്റേ അല്ലാതെ കൊണ്ടുപോയി കളഞ്ഞാൽ മതി എന്നുള്ളൊരു. ഇത് പറഞ്ഞല്ലോ അടിയന്തര കാലമൊന്നുമല്ല ശവം. അങ്ങനത്തെ എന്താ അത് തോന്നല്ലേ. സൈറസിനെ പോലെ ആവല്ലേ. കറക്റ്റാ. അതാ റസലും അത്ര നേരം നിന്ന് റസലല്ല സൈറസ് വന്നപ്പോഴത്തേക്കിന് പിന്നെ മാറിയ ആള്. റസലിന്റെ ക്യാരക്ടർ കൊള്ളാം, അടിപൊളി. മിണ്ടരുത്
ടു മച്ച് ഫൺ. റസ്ല് മറ്റേ ട്രോൾ ഫേസ് ഒക്കെ ഇറക്കുന്നത്. പുള്ളി ട്രോഫീസ് ഉണ്ടായിരുന്നു, മറ്റേ ഫോട്ടോ ഒക്കെ അടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഐക്കോണിക് ബൈസെക്ഷൽ സീൻ. എന്തോ ഐ തിങ്ക് do you guys think like Marco is homophobic? ഈ സിനിമ the film is homophobic? ഹോമോഫോബിക് ആയിട്ട് തോന്നിയില്ല. ഹനീഫ് അദേനി ഹോമോഫോബിക് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഹോമോഫോബിക് ആവില്ല, ലൈക്ക് പ്രോ ആണെങ്കിലുള്ളൂ. അതാണ് ഈ സീനും. ചില ആൾക്കാർ they are like interrupting it as sigma like anti gay. I don't think so. I think he might have issues with bisexual people, like specifically. എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ അവിടെ എന്തെങ്കിലും ഉണ്ടാവാം. Happens. കാരണം that seems like way too special. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത only scene in the movie. അതൊരു ട്രോപ്പ് അല്ലേ? പക്ഷെ ഗേ പീപ്പിൾ ഡൂയിങ്, ഐ മീൻ അതല്ല, ഗേ ആന്റി ഹീറോസ് വലിയൊരു ട്രോപ്പ് അല്ലേ? നാർക്കോസിലുണ്ട്, കുറെ സാധനത്തിലൊക്കെ ഉണ്ടല്ലോ. ഭയങ്കര ഗേ ആയിട്ട് ആൾക്കാരായിരിക്കും, പക്ഷെ ലൈക് റൂത്ത്ലെസ് കില്ലേഴ്സ്. ലൈക് മാച്ചോ ഹെറേറ ഒക്കെ അങ്ങനെയാണ്. അൾട്രാ ഇത് മറ്റേ ഇതെന്താ മറ്റേ ലൈക്ക് ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള സിനിമ ആയതുകൊണ്ട് മറ്റേ ഉണ്ണിമുന്തന് വട്ടിയുണ്ട്, യൂട്യൂബർ ഉണ്ട്, ഷെറീഫ് മുഹമ്മദിന് വണ്ടിയുണ്ട്, ഡിഫൻഡർ ഉണ്ട്, ഹനീഫ് അദേനിക്ക് എന്തുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്, ഇതാണെന്നാണ്. അല്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത് കുറച്ച് സമയം എടുക്കുമല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റെഡ് മാത്രം എടുത്ത് ചെയ്യണം. ഇങ്ങനെ റാൻഡംലി ബൈസെക്കൾ ഒറ്റ വെട്ട് എന്തോ ട്രോമയുണ്ട് പുള്ളിക്കാ ഡയലോഗിൽ. ഐ ജസ്റ്റ് നോ ദാറ്റ് ഫോർ ഷുവർ. പിന്നല്ലാതെ പിന്നെ വേറെ കേട്ടത് മറ്റേ പടം മറ്റേ ഇൻസൽ ഓഡിയൻസിന് വേണ്ടി കേറ്റർ ചെയ്യുന്നു എന്നുള്ളൊരു ക്രിറ്റിസിസം ഞാൻ കേട്ടു. മറ്റേ പെണ്ണ് വന്ന് പറയുന്നത് ടോക്സിക് റെഡ് ഫ്ലാഗ്. എനിക്ക് തോന്നുന്നില്ല അത് ഹനീഫ് അദേനി പോകുമ്പോ ഇത് എന്തെങ്കിലും ഡയലോഗ് എഴുതണമല്ലോ ഇന്ന് പേപ്പർ എടുത്ത് ഇന്ന് ഉണ്ണി പറഞ്ഞു അടുത്ത ആക്ഷൻ നമുക്ക് പോകണം. ഉള്ളിവട്ടം എന്റെ റീലൊക്കെ കണ്ടിട്ട് ഓക്കെ ഇതാണ് ഇന്നത്തെ ഡയലോഗ്. കാരണം that interaction is like the least significant scene in the movie. It means nothing. ഒരു ഇതും ഇല്ല പടത്തില്. അതങ്ങനെ അതാ ഇത് പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്നോണ്ടാണ് ഞാൻ ടോക്സിക് ആയത്. പിന്നെ ഗ്യാസ് ലൈറ്റിംഗ് സീൻ എന്ത് പ്രശ്നമല്ല, നീ ചിന്തിക്കുന്നതിന്റെ കുഴപ്പമാണ്, നീയാണ് പ്രശ്നം. ഞാനല്ല മാറിയത്, ഞാൻ അന്നും ഇന്നും ഇങ്ങനെ തന്നെയാ, നീയാണ് മാറിയത്. അതങ്ങനെ ഇതിലും ഈ മറ്റേ ഐഡന്റിറ്റിയിലും ഭയങ്കര കുറെ ഗ്യാസ് ലൈറ്റിംഗ് സീൻസ് ഒക്കെ ഇല്ല. ഭയങ്കര തൃശ്ശേന്റെ അടുത്ത് ഷമ്മിത്തിലകന്റെ എല്ലാം സീനിൽ എന്തെങ്കിലുമൊക്കെ വന്നിങ്ങനെ പറയില്ലേ, തൃശ്ശ ഇങ്ങനെ വന്നിട്ട് പറയും. അതെ തൃശ്ശ ചിന്തിക്കാൻ തൃശ്ശ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ അല്ല നീ ചിന്തിക്കുന്ന ആള് വേറെയാ. വട്ടം കൂടി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഇത് ടൊവീനോ കാരണം ടൊവിനാണെന്ന് നമുക്കും അറിയാമോ, അത് ഓൾറെഡി കാണിച്ചു പടത്തില്. ചുമ്മാ നമുക്ക് ഇത് 30 ആവട്ടെ. മാർക്കോലത്തെ പാട്ടുകൾ എനിക്ക് ചില പാട്ടുകൾ ഇപ്പൊ ഞാൻ ഒബ്വിയസ്ലി ആദ്യത്തെ തവണയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കാര്യമാക്കില്ല നല്ലതാണോ മോശം അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പൊ രണ്ടാമതൊക്കെ കാണുമ്പോൾ ഒരു ഓളമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ പാട്ട് വർക്ക് ചെയ്യുന്നൊക്കെ എനിക്ക് തോന്നുന്നു. മാർക്കോയിൽ എനിക്ക് ഇപ്പോൾ ആദ്യത്തെ പാട്ടുണ്ട്, പിന്നെ സ്കോറുകൾ ഇഷ്ടമായി എല്ലാം മറ്റേ സിഗ്മൈഡിറ്റ്സ് ഫോങ് സീൻസ്. പക്ഷെ മറ്റേ എൻ ക്രെഡിറ്റ്സിലത്തെ പാട്ട് അത്ര ഇങ്ങനെ അതൊരു ഡൗണർ ആയിരുന്നു. അത് കുറച്ച് അത്ര പോരാ, പവറില്ല. അത് ഫോങ്ക് അല്ല, അതാ പറ്റിപ്പോയത്. അത് ഇറ്റ്സ് നോട്ട് തുടക്കം മാത്രമുള്ള ഫോങ്ക്. പിന്നെ മറ്റേ ഇത് മറ്റേ കടുവല്ലേ പാൽവർണ്ണ കൂതി അതുപോലത്തെ ഒരു പാട്ട്. ബാക്കി ടോണീസ് തീം ഈസ് ദ ഹൈലൈറ്റ്. ടോണീസ് മേഹം അടിപൊളി, സൂപ്പർ. എനിക്ക് ജഗദീഷ് ഭയങ്കര കിടുവായിരുന്നു. അതും ഫസ്റ്റ് ഫ്രെയിം തൊട്ട് തന്നെ ഫസ്റ്റ് ലാസ്റ്റ് ഫ്രെയിമിൽ പുള്ളി പകുതിയുള്ളൂ. പകുതിയുള്ളൂ. പിന്നെ ലൈക് ജസ്റ്റ് ടു അഡ്രസ് ലൈക് ദ ജനറൽ ക്രിറ്റിസിസം ദാറ്റ് മാർക്കോ ഈസ് റിസീവിംഗ് ഫ്രം ദ സിനിഫൈൽസ് ഒക്കെ. പിന്നുള്ളത് കഥയില്ല, ക്യാരക്ടറില്ല, നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ മൂവി. കാരണം യു ക്യാൻ ആക്ച്വലി ഡ്രോ പാരലൽസ് വിത്ത് ദിസ് ആൻഡ് ലൈക്ക് ഗുരുവായൂരമ്പൽ നടയിൽ. അതേ പറയുന്ന ഈ സോക്കോൾ ജനറൽ ഓഡിയൻസ് എല്ലാം എല്ലാവർക്കും വർക്കായത് കാരണം വേറെന്നില്ലെങ്കിൽ കോമഡി ഉണ്ടല്ലോ കണ്ടിരിക്കാം. തന്നെ ഇതതിന്റെ ഫ്ലിപ്പ്. അതിൻ്റെ അകത്തിലെ നായകനും ഒരു പടത്തിൽ ഏറ്റവും മൊണ്ണ അവനാണ്.
ഭാര്യയ്ക്ക് സൗകര്യം കൊടുക്കില്ല, പെങ്ങൾക്ക് സൗകര്യം കൊടുക്കില്ല, അളിയും സൗകര്യം കൊടുക്കില്ല. അതുപോലെയാണ് ഇവിടെ മാർക്കോ. പടത്തിലെ ഏറ്റവും വലിയ മൊണ്ണയോട് മാർക്കോ, ആ വള്ളിയോട് വള്ളി, കുടുംബം മുഴുവൻ കൊലക്ക് കൊടുക്കുക. പക്ഷെ ഇവനാണ് നായകൻ. അതിന്റെ അകത്തിൽ ഈ പറയുന്ന പോലെ ഇത് കഥ എന്തോ ഏതോ പഴയ ബോംബ് കഥയാണ് അവിടെയും. ഇവിടെയും മറ്റേ സ്ഥിരം സാധനം തന്നെ. അവിടെ കോമഡിയിൽ ഫോക്കസ് ചെയ്തു, ആൾക്കാർക്ക് കോമഡി കണ്ടോണ്ടോ കോമഡി കൊടുത്തു, അതങ്ങനെ പോയി. ഇവിടെ ഫൺ വേണ്ടവർക്ക് ഫൺ കൊടുത്തു, ഇതെങ്ങനെ അങ്ങ് പോയി. എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ ആദ്യമായിട്ട് ആവശ്യമില്ലാത്ത കുറെ മൊറാലിറ്റി ഇതിലേക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പതിവില്ലാതെ അത് ഞാൻ ആദ്യം അങ്ങനെ ആലോചിച്ചോണ്ടാണ് എനിക്ക് അത് അത്ര എൻജോയ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ കണ്ടപ്പോ ചിന്തിക്കാൻ വേണ്ടി ഇറ്റ്സ് ലൈക്ക് അതാ പുള്ളിയുടെ പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സോ സ്റ്റൂപ്പിഡ് ബട്ട് സോ കൂൾ. അതാണ് ഈ ഒരു ഇതെനിക്കറിയില്ല. ഓൾസോ ഇത് മറ്റേ ടാരന്റീനോയെ ഇത്രയും ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു സിനിഫയിൽ ജനറേഷൻ, പുള്ളിയുടെ മെയിൻ ഇൻസ്പിറേഷൻ ആണല്ലോ എക്സ്പ്ലോയിറ്റേഷൻ, ഗ്രൈൻഡ് ഹൗസ്, ഓൾ ഓഫ് ദാറ്റ്. അതെനിക്ക് മനസ്സിലായില്ല അതെന്താണ് അത്ര. ലൈക്ക് വേർ ഡു യു തിങ്ക് ഡെത്ത് പ്രൂഫ് കെയിം ഫ്രം, ഓർ വേർ ഡു യു തിങ്ക് ദ കാർട്ടൂണിഷ് വയലൻസ് ഇൻ ഹിസ് ഫിലിംസ് കെയിം ഫ്രം? It's fun to be. മലയാള സിനിമയുടെ ലോജിക്കൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. somebody had to do it. ഇവിടെ ഉള്ള ചെയ്യേണ്ട അല്ലെ കുറച്ചൊരു എന്താ പറയുക പുഷ് ചെയ്യേണ്ട ആൾക്കാർ മറ്റേ അക്ഷയ് കുമാറിന്റെ പടം പിടിക്കാനും മരണം വരെ ഓർക്കാനും അങ്ങനെയൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ പിന്നെ someone has to take it to the next level in their own way, and only did his part. ഇവിടെ മറ്റേ സമാജം ആ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ട്രൂലി ഓണസ്റ്റ്ലി ഒരു പടം ഹിറ്റാവുന്ന തന്നെ ഇതില്ലായിരുന്നു. സോ അതാണ് നത്തിങ് ടു ലൂസ്. അത് ഭയങ്കര എവിഡന്റ് ആണ് പടത്തിൽ. കാരണം ഗ്യാസ് കുറ്റി അവരെ ഓൺ ദ ഗോ ഉണ്ടാക്കിയ സാധനമാണ്, ഹോട്ടലിട്ട സാധനം. സ്ക്രിപ്റ്റിൽ ഗ്യാസ് കുറ്റി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ പോയി ഇതെന്തായാലും ഓട്ടർ എന്നും പറഞ്ഞ് അതിൽ വന്ന ആ ഓൺ ദ ഗോ ഉണ്ടാക്കിയാണ്. കാരണം എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് ഹാഫ് അവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നിക്കാണും ഇറ്റ്സ് എ ബിറ്റ് ടു ടൈം. ഇത് പോരാ, ലൈക്ക് നീട്ട് ലൈക്ക് ആം ദിസ് അപ്പ് എ ബിറ്റ് മോർ. സെക്കൻഡ് ഹാഫ് വന്നപ്പം ആരെയും വിട്ടില്ല. നോബഡി മാർക്കോ നായകനായതുകൊണ്ട് മാത്രം തോന്നുന്നു ജീവനോട്ടിരിക്കുന്നില്ല. പുള്ളിയും ചാവേണ്ട സമയമായില്ലേ. പുള്ളിയും സിദ്ദിഖൊക്കെ എത്ര പ്യൂർലി അവർ രണ്ടുപേരും മികയിലുണ്ടായിട്ട് മാത്രം രക്ഷപ്പെട്ടത്. സിദ്ദിഖ് ആൻസൺ പോൾ, we can't forget ആൻസൺ പോൾ with the worst assassination attempt in the history. അത്രയും ക്ലോസ് റേഞ്ചില് സീറ്റ് ബെൽറ്റ് ഇട്ട് കിട്ടിയിട്ട് രണ്ടൂന്ന് കുത്തി അങ്ങ് പോയി. അതുപോലെ പുള്ളി ഒന്നും ചെയ്തില്ല. പുള്ളി അപ്പൊ എന്ത് കുത്തായിരിക്കും കുത്തിണ്ടാവാ. അങ്ങനെ അത്ര അടുത്തായിട്ട് ഒന്നും ചെയ്യില്ല. കാരണം അടുത്ത സീനില് മറ്റേ ടാബില് ഇവരാന്ന് കണ്ടു അറിയുമ്പോ സിദ്ദിഖ് ബെഡിൽ നിന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങി. അത്രയും മൈനർ ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിലുള്ള ആളാണെങ്കിൽ തുടങ്ങുന്ന ഏത് കഴുത്ത് വെച്ചിട്ടായിരിക്കും. പക്ഷെ ഇതിൽ ഇവൻ ഹൃദയം എടുക്കുക, തല വെട്ടുക, വെടി വെക്കുക, മിനിമം കൈയെങ്കിലും വെട്ടിക്കളയും. ഇവിടെ ലെഫ്റ്റ് ഷോൾഡർ. ഓ കൈ വെട്ടത് നിനക്ക് വേദനിക്കുന്നുണ്ടോടാ? വേദനിക്കുന്നു പറഞ്ഞപ്പോ ഓക്കെ നൗ ഐ ഹാവ് ടു ടേക്ക് റിവെഞ്ച്. അതും സീൻ അടി തുടങ്ങി മഴ പെയ്തപ്പോഴത്തേക്ക് ഓടി വണ്ടിക്കകത്ത് കയറി. പക്ഷെ ഇനി മഴ സിഗരറ്റ് വെച്ചൊന്ന് പാകാവട്ടെ. എന്നിട്ട് വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ മഴ കഴിഞ്ഞു. അപ്പൊ നേരെ തിരിച്ചു തന്നു. അപ്പൊ റസൽ മറ്റേ പോയിന്റ് മറ്റേ സീനും അടിപൊളിയാ. ഇവൻ ഈ മറ്റേ സിദ്ദിഖ് കുത്തുകൊണ്ടിട്ട് എണ്ണീറ്റ് പറയത്തില്ലേ, മറ്റേ ഇവരെല്ലാം വെട്ടിയതും കുത്തിയതും എല്ലാം മറ്റേ റസലാണ്. അപ്പം അവിടെ തൊട്ടിപ്പുറത്തിപ്പെട്ടു. അവിടെ നോ ടൈം വേസ്റ്റഡ്. സാധാരണ സിനിമയിലാണെങ്കിൽ അത് കാറിൽ നിന്ന് അറിയും, എന്നിട്ട് നേരെ എല്ലാം കൺഫ്രണ്ട് ചെയ്യും, പിന്നെ അടുത്ത സീനിൽ ഫൈറ്റ്. ഇതങ്ങനെ നേരെ ക്യാമറ പാൻ ചെയ്ത് അടുത്ത ആളുണ്ടപ്പുറത്ത് അപ്പൊ തന്നെ തുടങ്ങി. അയ്യോ അത് ഐ ലവ് ആ ടോണി ഫാമിലി ഫുള്ള് സൂപ്പറാണ്. RIP to all of them. സൈറസ് ഭയങ്കര ത്രട്ടനിങ് മാറാം. ആള് വരുമ്പോഴേ സീൻ, ഇയാളുടെ മാറ്റം മുഖം കാണിക്കുമ്പോഴേ അറിയാം ബാഡ് ആണെന്ന്. സൈറസ് ഇവന്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു സൈറസ് വരും. ആക്ച്വലി ഇൻസൈഡ് അതാ മറ്റേ മറ്റേ നമ്മള് പറഞ്ഞില്ലായിരുന്നു ഏർലി 2000s ഇന്ദ്രജിത്തിനെ കാണുമ്പോ ഒരു അൺസേഫ് വൈബ്. കാരണം ഇതിങ്ങനെ മറ്റേ ഈ ആൾക്കാര് പീപ്പിൾ ക്ലെയിം ഈ സലാർ ഇറങ്ങാൻ നേരത്തെ പറഞ്ഞ മോസ്റ്റ് വയലന്റ് മാൻ അങ്ങനെയൊക്കെ പറയുമെങ്കിലും പടം കഴിയുമ്പോ ഇറ്റ്സ് ഫൈൻ. ഇതില് ഈ ജെനുവിൻലി ഫീൽസ് ലൈക്ക് എ ത്രെറ്റ്. ഐ ഡു നോട്ട് ഫീൽ സേഫ് when that character is on screen. അതാ നീ പറഞ്ഞില്ലായിരുന്നോ ഇതെന്താ ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നു. പിന്നെ ഇയാള് ഹോസ്പിറ്റലിൽ ഇവിടെ ഇപ്പൊ ഇത്രയും പേരല്ലേ മരിച്ചുള്ളൂ. അവിടെ ലേക്ക് ഷോർ മൊത്തം കാനോണിക്കലി വേണം ഇവിടെ വരാം.
അവിടെ നിന്ന് ഇറങ്ങി ഓരോരോ വീട് കയറി അതെ ഇവിടെ കഥ അയ്യോ അതിലല്ല സൈറസ് കഥ പൊളിച്ചിട്ട് സിഗരറ്റ് വലിച്ചോണ്ടിരുന്ന ഷോട്ടല്ലേ അത് ഞാൻ ട്രെയിലറിൽ കണ്ടപ്പോ എന്തോ മറ്റേ ഇവരുടെ ഗോഡൌണോ ഏതാണ്ടാന്ന് ഇവരുടെ വീടിന്റെ ഫ്രണ്ട് ഡോറാന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ അടാത്തെന്നാണോ അദാത്ത് അടാത്ത് അഡാട്ടെന്നുണ്ടല്ലോ പറയണേ ADAT എന്നാണ് അദാത്ത്. ഓക്കെ I guess that's it for Marco. Perfect. മാർക്കോ പ്രോ മാർക്കോ ഇതായിരിക്കണം. പ്രോ മാർക്കോ സിനിഫൈൽസ് പൊതുവേ ഇതിനെതിരാ. ഒരു ഇതിന്റെ ലിങ്കിന്റെ കൂടെ 5 സ്റ്റാർ കൂടെ ഇട്ടേക്കാം ലെറ്റർ ബോക്സിൽ സിംപ്ലി ജസ്റ്റ് ടു ഹെൽപ് പീപ്പിൾ. I don't think it's 5 star. I think 3.5 stars. Yeah, good 3.5 stars movie. I love it. On to let's have more. അങ്ങനെ more Marcos for 2025. Yeah, more Marco, more Hanifa Deni films. Please, Marco 3 Marco vs Rocky Bhai. Yeah, come on, let's go. Let's Bhai. do that. Okay. അപ്പോ ആദിത്യക്ക് ബസ് ക്യാച്ച് ചെയ്യാനുണ്ട്. സോ വി ആർ എൻഡിങ് മാർക്കോ ആൻഡ് ദിസ് എപ്പിസോഡ് ഇങ്ങനെ. എന്ത് ആ സാധനം. Okay, yes. See you all on the next episode. Bye bye. Good night.